ഖബറിലെ കൂട്ടുകാർ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്, ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. അതിനൊക്കെയാണ് സഹപ്രവർത്തകര്, സഹപാഠികര് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്, സഹയാത്രികര്. ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ ഈ കൂട്ടുകാർ നമുക്ക് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നിപ്പോ കൂട്ടുകാർ കൂടുതലാണ്. ട്രിപ്പിൾ അടിച്ചൊക്കെയാണ് ബൈക്കിൽ പോകുന്നത്. കാരണം എല്ലാവർക്കും ഇതിൽ കയറണം, എന്നെയും കൂടെ കയറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരാളെ മാത്രം കൂട്ടിയാൽ പോരാ, 3 പേരെ കൂട്ടും. പറ്റുമെങ്കിൽ 4 പേരെ കെട്ടിക്കൊണ്ട് പോകും. 5 പറ്റുമെങ്കിൽ 5. ഇപ്പൊ സർക്കസുകാരൻ ബൈക്ക് ഓടിക്കുന്ന പോലെ 5, 6 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. അതുകൊണ്ടാണ് നിയമമൊക്കെ ഇപ്പൊ കടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂട്ടുകാരാ, തഴയാൻ പറ്റൂല. ഇല്ലെങ്കിൽ പിന്നെ ഇതില് പഴയ പെണ്ണുങ്ങളുടെ സ്വഭാവം, അവന്റെ കൂടെ നീ കൂടി, എന്നെ കൂട്ടിയില്ല, നീ അവനെ ഇപ്പൊ അവരുടെ വലിയ മുഹബത്ത്, എന്നെ ഇപ്പൊ വലിയ മുഹബത്ത് കുറവാ, ഈ ഒരു സ്വഭാവം. അപ്പൊ അങ്ങനെ കൂട്ടുകാർ ധാരാളം നമുക്ക് നാട്ടിലുണ്ട്. അത് പെരുകിപ്പോയതിന്റെ വിഷമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആരെ കൂട്ടുകാരാക്കണം, അതാണ് നമ്മുടെ ചർച്ച. കൂട്ടുകാരിഷ്ടം പോലെ ഉണ്ട്. എല്ലാ കൂട്ടുകാരെയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകെട്ടിന്റെ പേരിൽ അവരുടെ നേതൃസ്ഥാനം അലങ്കരിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിയോടൊപ്പം നാളെ അല്ലാഹു വിളിക്കും ആഖിറത്തിലേക്ക്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരു ഇമാം ഉണ്ടാകുമല്ലോ, ഒരു നേതാവ് ഉണ്ടാകുമല്ലോ, അധ്യക്ഷൻ, ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ ഒരു ചെയർമാൻ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ 2 പേരെ വെള്ളം അടിക്കാൻ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അതിനൊരു ചെയർമാൻ ഉണ്ടാകും. ചെയറിന്റെ മുകളിലിരിക്കുന്ന മാൻ അവനായിരിക്കും. അവനാണ് ഇത് പൊട്ടിച്ചു കൊടുക്കുന്നത്, അവനാണ് ഇത് വാങ്ങിക്കൊടുക്കുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാവർക്കും ഒരു നേതാവ് ഉണ്ടാകും. അപ്പൊ ഈ നേതാവിനെ അടക്കം വിളിക്കുമ്പോ നീയല്ലേ ഇവരുടെയൊക്കെ നേതാവ്. ഇപ്പൊ നമ്മുടെ ഈ പള്ളിക്കുട്ടി ഈ സംഘടനയ്ക്ക് ഇതിനൊരു നേതാവ് ഉണ്ടാകും. ഇവന്മാരെ പിരിച്ച് പുട്ടടിക്കുകയാണെങ്കിൽ ആ നേതാവിനെയാണ് ആദ്യം പൊക്കുന്നത്. പൊക്ക്, അവനെ പൊക്ക്, നേരെ ഇങ്ങനെ കൊണ്ടുവരും, അവനെ ആദ്യം പൊക്കും. അങ്ങനെയാണ് ഖുർആൻ. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്. എന്താണ്? യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. എല്ലാവരും അല്ലാഹു തആല വിളിക്കുന്നവരുടെ ഇമാമിനോടൊപ്പമാണ്. അതാണ് അല്ലാഹു പറഞ്ഞ വാക്ക്. എല്ലാവരും ഇമാം. അതാ ഇമാം എന്ന് പറഞ്ഞാൽ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി. അല്ല പള്ളിയിലെ ഇമാമിനെ മാത്രമേ നമുക്ക് ഇമാം എന്നറിയുള്ളൂ. ഒരു വിളിയാളൻ എന്ന് പറയുമ്പോൾ മുഅദ്ദിൻ, അത് നമ്മുടെ പള്ളിയിലെ മുഅദ്ദിനെ മാത്രമേ നമുക്കറിയുള്ളൂ. പണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദല്ലേ. ഇപ്പൊ അടുക്കളയിലെ പണ്ടാരിയുടെ പേര് ഉസ്താദായി, മോഹൻലാലിന്റെ പേര് ഉസ്താദായി, ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഓട്ടോറിക്ഷയുടെ പേര് ഉസ്താദായി, ഹോട്ടലിന്റെ പേര് ഉസ്താദായി, ഇല്ലേ? എല്ലാം ഇപ്പൊ ഉസ്താദ് ആ പേരിപ്പോ എങ്ങനെയൊക്കെയായി. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനത്ത് നമ്മളത് ഉപയോഗിക്കണം. കുഫാറുകൾ എന്ന് പറഞ്ഞാൽ കുഫാറുകൾ അവിശ്വാസികൾ. എന്നാൽ ചില സ്ഥലത്ത് ഖുർആനിൽ കുഫാർ എന്ന് പറഞ്ഞാൽ കർഷകർ എന്നുള്ള ഉപയോഗിച്ചിട്ടുണ്ട്. ചുമ്മാ നമ്മൾ ഖുർആന്റെ അടുത്ത് വെച്ച് ധർമ്മ നോക്കിയിട്ട് അങ്ങോട്ട് കീച്ചിയാൽ പോരാ സംഭവം. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യത്തിൽ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിനാണ് ഇമാം. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. എല്ലാവരും ഇമാമിനെ അടക്കം വിളിക്കുക. എന്താ രംഗല്ലേ നമ്മളൊക്കെ. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ നിൽക്കാത്തത്, സംഘടന നേതൃസ്ഥാനം അലങ്കരിക്കാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പൊക്കൂല നമ്മളെ. ഇതിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ നിന്നാൽ നമുക്ക് അവരുടെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. നേതൃസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് പാളിച്ച വന്നു പോയാൽ അത് വലിയ പ്രശ്നമല്ലേ, വലിയ പ്രശ്നമല്ലേ. ഇതൊക്കെ ചോദിക്കൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര വലിയ നിഅമത്ത്, അനുഗ്രഹങ്ങളാണ് ചെയ്തത് ഈ മനുഷ്യർക്ക്. എത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു, വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തത്. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എത്ര നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് ചെയ്തത്. ആര് ഈ നിഅമത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലാഹു തന്നെ പറയാണ്, നീ ആ നിഅമത്തിന് നീ എന്തേ എന്നെ ശുക്ർ ചെയ്യാത്തത്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലാഹുവിനെ നീ വാഴ്ത്ത്, പുകഴ്ത്ത്, അവനെ സ്തുതിക്ക്, സ്തുതികീർത്തനങ്ങൾ അർപ്പിക്ക്. അവനല്ലേ നിന്നെ ശരിയായ വണ്ണം, നേരായ വണ്ണം സൗന്ദര്യവാനാക്കി, സൗന്ദര്യവതിയാക്കി നിന്നെ അവനല്ലേ സൃഷ്ടിച്ചത്, അവനല്ലേ നിന്നെ സംവിധാനം ചെയ്തത്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം.
الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. ഖുർആൻ. അല്ലാഹു തആല പഠിപ്പിക്കണേ, മനുഷ്യ നിന്നെ വഞ്ചിച്ചതാരാണ് അല്ലാഹുവിൽ നിന്ന്? ചോദിക്കണം എന്നോട് നിങ്ങളോട്. ഏത് കൂട്ടുകെട്ടാണ് നിന്നെ തകർത്ത് കളഞ്ഞത്? കൂട്ടുകെട്ടാണല്ലോ മനുഷ്യനെ മൊത്തം തകർക്കുന്നത്. നല്ലവന്മാരുണ്ടായിരുന്നു, നല്ല ഗൾഫിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവന്റെ പണവും കണ്ടോട്ട് കുറെ ആളുകൾ അവനെ കൂട്ടിയിട്ട് വെള്ളടിക്കാൻ കൊണ്ട് അവനെ പഴപ്പിച്ച് തീർന്നു. അവനെ പഴപ്പിച്ചു. ഇങ്ങനെയാണ് കൂട്ടുകെട്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം അവന്റെ മോശം കൂട്ടുകെട്ട്. അതാ നമ്മൾ പറയുന്നത് മോശം കൂട്ടുകെട്ട്. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല സഹവാസമുണ്ട്, മോശം കൂട്ടുകെട്ടാണെങ്കിൽ മോശം സഹവാസം. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നത്, മനുഷ്യരോട് ചോദിക്കാൻ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം. മാന്യനായ അല്ലാഹുവിൽ നിന്ന് നിന്നെ വഞ്ചിച്ചവൻ ആരാണ്? അല്ലദീ ഖലഖക ഫസവാക ഫഅദലക. അവനല്ലയോ നിന്നെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത് നിന്നെ സൗന്ദര്യമുള്ളവനാക്കി നിന്നെ ഒരുക്കിയത് അവനല്ലയോ? അല്ലാഹുവിന്റെ ചോദ്യം അല്ലേ? ഇത്രയും നല്ല സൗന്ദര്യവും ആകാര സഷ്ടവും അങ്കലാവണ്യം എല്ലാ നിലയ്ക്കും അല്ലാഹു നിഅമത്ത് നമ്മുടെ ശരീരത്തിന് നൽകിയിട്ട് നീ എന്തുകൊണ്ടാണ് മോശം കൂട്ടുകെട്ടിലേക്ക് പോയത്? അള്ളാന്റെ ചോദ്യമല്ലത്. നീ ഇഷ്ടപ്പെടുന്ന പോലെ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പോലെ നിന്നെ നല്ല സൂറത്തിലാക്കിയില്ലേ, നല്ല രൂപത്തിലാക്കിയില്ലേ? നിന്നെ ഒരു കുഞ്ഞിക്കൂനനാക്കിയിരുന്നെങ്കിലോ, നിന്നെ ഒരു മുടന്തനാക്കിയിരുന്നെങ്കിലോ, നിന്നെ ഒരു ന്യൂനതയുള്ളവനാക്കിയിരുന്നെങ്കിലോ? ചിന്തിച്ചു നോക്ക്, എത്ര പേരുണ്ട് അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ ഇബ്തലാക അല്ലാഹു ബിഹിം വഫളലനാ ഖൈറൻ മിമ്മാ ഖലഖ തഫ്ളീല. അല്ലാഹു തആല പറയല്ലേ, ഫീ ഐ സൂറത്തിൻ മാ ശാഅ റക്കബക. എത്ര നല്ല സൂറത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചതിനെ, എത്ര നല്ല സൂക്ഷ്മമായിട്ട് നല്ല സുന്ദരനാക്കിയിട്ട് നിന്നെ അല്ലാഹ് അങ്ങോട്ട് പണി തന്നില്ലേ? അടച്ചവനെ പറയുന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. ആഖിറത്തെ കൊണ്ട്, അള്ളാഹയെ കൊണ്ട്, ഇസ്ലാമിക ശരീഅത്തിനെ നീ നിന്ദിക്കുകയും അതിനെ തള്ളിപ്പറയുകയും നീ ചെയ്യുന്നു അല്ലേ? അതല്ലേ നിന്റെ സ്വഭാവം? അതല്ലേ നിന്റെ സ്വഭാവം? എന്താ അതിനുള്ള കാരണം? നിന്റെ കൂട്ടുകെട്ട് മോശമായിപ്പോയി. അതാണ് അതിന്റെ കാരണം. കൂട്ടുകെട്ട് മോശമായിപ്പോയി. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ ആര് ദുനിയാവിൽ സ്ഥാപിക്കുന്നോ ആ കൂട്ടുകാരായിരിക്കും ഖബറിലും വരിക. അല്ല, നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പോലെ ഖബറിൽ പോയി കിടന്ന കുഴിക്കാത്തൂടെ അല്ലാഹു തആല അണ്ടർഗ്രൗണ്ടിലൂടെ വേറെ കൂട്ടുകാരെ വിട്ടുവരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ദുനിയാവിൽ ഈ കൂട്ടുകാരെ സമ്പാദിച്ചാൽ ആ കൂട്ടുകാരൻ ഖബറിലും വരും. അതാണ് ഖബറിലെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ. ഖബറിലെ കൂട്ടുകാർ പറഞ്ഞാൽ അത് തന്നെയാണ്. ദുനിയാവിൽ നിങ്ങൾ സമ്പാദിക്കുന്ന കൂട്ടുകാരൻ ഖബറിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും, പേടിക്കണ്ട. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ الذين آمنوا بآياتنا وكانوا مسلمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കൂട്ടുകാരാരാ പരിചയപ്പെടുത്താൻ. നല്ല കൂട്ടുകാരാരാണ്? الأخلاء يومئذ بعضهم لبعض عدو. കൂട്ടുകാർ ചിലർക്ക് ശത്രുക്കളായിരിക്കും.
നിന്റെ കൂട്ടത്തിൽ സഹിച്ചവനാണ് നിനക്ക് പാര വെക്കുന്നത്. അത് സ്വാഭാവികം നമ്മൾ പറയാറില്ലല്ലോ. അവൻ എൻ്റെ കൂടെ എൻ്റെ കട്ടിൽ കിടന്ന് പാല് കൊടുത്തവൻ്റെ കൈക്ക് കടിച്ച് നമ്മൾ പറയാറില്ലേ? എൻ്റെ കൂടെ കിടന്നവൻ, ഞാനാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്, ഞാനവനെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത്. അവസാനം കൊണ്ട് എനിക്ക് പാര വെച്ചിട്ട് അവൻ പോയി അല്ലേ? അങ്ങനെയല്ലേ കൂടെ ചില ആൾക്കാരുടെ കടയിൽ 20 വർഷം 25 വർഷമൊക്കെ കൂട്ടുകാരനെ പോലെ സഹകരിക്കും, എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ട് കടയിടും ഇവന് പാര വയ്ക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം ആളാണ്, കൂടെ നിന്നവരാണ്. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡർ ചിക്കൻ ഉണ്ട്, ബോർഡർ ചിക്കൻ്റെ കടയുണ്ട് അവിടെ. ഈ റഹ്മത്ത് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വേറെ റഹ്മത്ത് ഹോട്ടലുണ്ട്, അപ്പുറത്തെ റഹമുത്ത് ഹോട്ടലുണ്ട്, കുറച്ചപ്പുറത്ത് റഹുമുത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കല്ല റഹ്മത്താന്ന്. എല്ലാം അടുത്ത് പോയി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എല്ലാം വ്യത്യാസം. മുത്തുവിന്റെ ഹോട്ടലും ഉണ്ട് അവിടെ. അവിടെ അറക്കുന്നത് മുത്തുവാണ്. അപ്പൊ ഇങ്ങനെയുണ്ട്. എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ 20 വർഷം ഇവിടെ ജോലി ചെയ്തവനാണ്, ഇവിടെ 20 വർഷം പണിയെടുത്തവൻ അവൻ അവിടെ പാര വയ്ക്കാതെ അപ്പുറത്ത് വധിക്കുന്നു. റിസ്ക്കുകൾ അള്ളാണ് കൊടുക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇതെന്താ കുതിങ്കാല് വെട്ടലും പാര വെക്കലും ഉള്ള ഒരു പരിപാടിയാണ്. ഒരു മനുഷ്യൻ ഇവനെ നമ്മൾ നല്ല കൂട്ടുകാരനായിട്ടല്ലേ കരുതിയത്? ഇവൻ നമ്മളെ വഞ്ചിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്താദന്മാരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് ഉസ്താദന്മാരുടെ എല്ലാം പറിച്ചുകൊണ്ട് പോകും. അതറിയില്ല സംഭവം. ഉസ്താദന്മാരുടെ കൂട്ടുകൂടെ നമ്മൾ അത്ര തന്ന് സഹായിക്കും, ഗൾഫിൽ നിന്ന് മുണ്ട് ഉടുപ്പും എല്ലാം തന്ന് സഹായിക്കും, നല്ല ഊത് ഏറ്റവും കൂടിയതാന്നൊക്കെ പറഞ്ഞ് സഹായിക്കും. ഇതെല്ലാം വരുമ്പോൾ നമ്മളെല്ലാം റാഹത്തായിട്ട് ഇയാളെ അങ്ങ് വലിയ ഇഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അലുവ കൊടുത്തുവിടും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പെണ്ണുമ്പിള്ളയെ കൊണ്ടൊക്കെ ഇച്ചിരി ചീനിയൊക്കെ ഉണ്ടാക്കി നല്ല നെയ്മീൻ കറിയും തലയൊക്കെ കൊണ്ട് ഓളിച്ചാറിക്കും. അവസാനം നമ്മുടെ അടുത്ത ആളാന്ന്. അവസാനം ഒരു സുപ്രഭാത് ദൂരെ എന്നിട്ട് വിളിക്കും, ഉസ്താദെ പെണ്ണുമ്പിള്ള പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി, ഇത്തിരി പൈസ വേണം, ഉണ്ടോ ഉസ്താദെ? പെട്ടെന്ന് പറയും, നമ്മുടെ സുഹൃത്തല്ലേ, എത്ര വേണം? ഒരു 10 രൂപ തന്നാൽ മതി. അൽഹംദുലില്ലാ, ശമ്പളം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. ഉസ്താദിൻ്റെ വൈഫ് ഗർഭിണിയാ, നാളെ മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്ന. ചോദിച്ചു, നമ്മുടെ സുഹൃത്തല്ലേ, നമുക്ക് എപ്പോഴും നല്ല കപ്പയും തലക്കറിയും ഒക്കെ കൊണ്ട് തരുന്ന ആളല്ലേ, ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ എങ്ങനെ? അത്ര എന്തൊക്കെയാ സംഭവം. ആ പോക്കിൽ പിന്നെ ഉസ്താദ് അവിടെ രാജിവെക്കുന്നവർ അയാൾ ആ പരിസരത്തേക്ക് വരികയില്ല. സംഭവം വാങ്ങിക്കൊണ്ടു പോകും. ഇദ്ദേഹം കൂട്ടുകാരനാണ്, ഇവന്റെ പേരും ഇവനും കൂട്ടുകാരനാണ്, നമ്മുടെ സുഹൃത്താണ്. പക്ഷെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നവൻ വഞ്ചകൻ. അതാണ് അല്ലാഹു തആല അദു. ഇവനെല്ലാം ശത്രുക്കളാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. കൂട്ടുകാരാണ് അല്ലഹില്ല, ഇവരൊക്കെ കൂട്ടുകാരാണ്. പക്ഷെ എന്ത് കൂട്ടുകാരാണ് ഇവർ? ചിലർക്ക് ശത്രുക്കളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകാരാരാ? അല്ലാഹ് തന്നെ പറയുന്നു, ഇല്ലൽ മുത്തഖീൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്, മതബോധമുള്ളവനാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അദുവ്വുന്നിൽ മുത്തഖീൻ. അതാണ് മുത്തഖീങ്ങൾ, അതാണ് ഒറിജിനൽ കൂട്ടുകാരൻ. തഖ്വയുള്ളവൻ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹയെ ഭയപ്പെടുന്നവൻ, സാമ്പത്തിക വിഷയത്തിൽ അള്ളാഹയെ ഭയപ്പെടുന്നവൻ, അമാനത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ആ കൂട്ടുകാരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ. ഏ ദാസന്മാരെ, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും ഞാനിതാ വാഗ്ദാനം ചെയ്യുകയാണ് നല്ല കൂട്ടുകാർക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കണ്ട. നാട്ടിലെ വഞ്ചകന്മാരായ കൂട്ടുകാരനെ പോലെ അല്ല ഇത്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ നന്മകൾ ഇതാ നിങ്ങളോടൊപ്പമുണ്ട്. ആരാണവർ? ആ കൂട്ടുകാർ. അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. അവർ നമ്മുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ വിശ്വസിച്ചവരാണ്. ഇത് ഖുർആനാണ് ഈ പറയുന്നത്. ഇത് അള്ളാന്റെ വചനങ്ങളാണ്, അള്ളാന്റെ കലാമാണ്. ഇതിന് നമ്മൾ എതിര് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചവരാണ്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനെ സഹായിച്ചത്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനുമായി കൂട്ടുകൂടിയത്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനുമായി സഹവസിക്കുന്നത്, സഹകരിക്കുന്നത്. അവൻ മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിമാണ്. കേവലം റേഷൻ കാർഡിലുള്ള മുസ്ലിം അല്ല, ഒറിജിനൽ മുസ്ലിമാണ്. അല്ലദീന ആമനൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് അവൻ മുസ്ലിമായവനാണ്. അതാണ് മുസ്ലിം. അല്ല മാർക്ക കല്യാണം നടത്തിയിട്ട് മുസ്ലിം ആയവനല്ല, അതൊന്ന് മനസ്സിലാക്കണം. നമ്മളൊക്കെ മാർക്കം ചെയ്തിട്ട് മുസ്ലിം ആയതാണ്. ആയത്തുകൾ, ഖുർആന്റെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് മുസ്ലിം ആകണം. ഖുർആന്റെ ആയത്തുകൾ ഈ ഖുർആന്റെ ആയത്തുകൾ ഈ കൂട്ടുകാരനെതിരാണോ? അവനെ വഞ്ചിക്കാൻ പാടുണ്ടോ?
അവന് പാരവയ്ക്കാൻ പാടുണ്ടോ? അവനെതിരെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? നമ്മളെ എത്ര വിശ്വസിക്കുന്നു അതേപോലെ അവനെയും നമ്മൾ അങ്ങനെ കാണണ്ടേ? ആ അമാനത്തിൽ സൂക്ഷ്മത പാലിക്കണ്ടേ? അതിൽ നമ്മൾ ദുർവ്യയം പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ആയത്തുകളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അതാണ് ആ കൂട്ടുകാരനാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. സൂറത്തു സുഖ്റുഫ് അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുകയാണ്, ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ من أبناء الآخرة ولا تكونوا من أبناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا عمل أو كما قال حبيبنا رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഏത് കൂട്ടുകാരോടൊപ്പമാണ് നിങ്ങൾ സഹവസിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ഈ ദുനിയാവ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതിന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, നിന്റെ മുന്നിൽ നിൽക്കുന്നതൊരു പുത്തൻ ലോകമാണ്, അത് ആഖിറമാണ്, അത് പാരത്രികമായ ജീവിതമാണ്. വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ഈ ദുനിയാവിലും കൂട്ടുകാരുണ്ട്, ആഖിറത്തിലും കൂട്ടുകാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകെട്ടുകളെ തെരഞ്ഞെടുക്കുമ്പോ ആഖിറത്തിലെ കൂട്ടുകാരെ നിങ്ങൾ തെരഞ്ഞെടുക്കണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്തിലെ കൂട്ടുകാരെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന, വൃത്തിഹീനതയിലേക്ക് നമ്മെ നയിക്കുന്ന അഹങ്കാരികളും തമ്മാടികളുമായ കൂട്ടുകാരെ നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുതേ. കാരണം ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഈ കൂട്ടുകെട്ടിലൂടെ നീ എന്ത് തോന്നിയ വാസം ചെയ്താലും, എന്ത് വൃത്തികേട് കാട്ടിയാലും ആരും അതിനെ കുറിച്ച് ചോദിക്കുകയില്ല. വലാ ഹിസാബ്, അതിന്റെ പേരിൽ ഈ ദുനിയാവിൽ ഒരു വിചാരണയുമില്ല. എങ്കിൽ സഹോദരാ, എങ്കിൽ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, വഗദാ, നിന്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ, നിന്റെ ശ്വാസം നിലച്ചു പോകുമ്പോ, ഈ നാട്ടുകാർ നിന്റെ മയ്യത്തെടുത്ത് ഈ ചേതനയറ്റ ശരീരം പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് കൊണ്ടെറിയുമ്പോ, ഹിസാബുൻ വലാ അമല, അവിടെ വിചാരണയാണ്, അവിടെ നിനക്ക് കർമ്മത്തിന് സ്ഥാനമില്ല. അവിടെ ചോദ്യം, ഇവിടെ ചോദ്യമില്ല, ഇവിടെ കർമ്മം പ്രവർത്തിക്കുക. വല ഹിസാബ്, നീ എന്ത് ചെയ്തു? നീ വെള്ളം അടിച്ചോ, നീ തെമ്മാടിയ ജീവിച്ചോ, നീ കഞ്ചാവ് അടിച്ചോ, നീ വ്യഭിചരിച്ചോ, നീ പലിശ വാങ്ങിയോ, ലോട്ടറി എടുത്തോ, ഇതൊന്നും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. ഇതാരും ചോദിക്കില്ല. ആരെങ്കിലൊക്കെ പോലീസുകാർ ചോദിക്കും, അതൊന്നും ഒരു ചോദ്യമല്ലല്ലോ, അതൊക്കെ ഭൗതികമായ ചോദ്യമാണ്. യഥാർത്ഥ ചോദ്യം അല്ല, അതിവിടെ നിന്നെ ചോദിക്കില്ല. അതുകൊണ്ടല്ലേ യഥേഷ്ടം അഹങ്കാരികൾക്കല്ല എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നത്. എല്ലാ വഴികളും അല്ല യഥാർത്ഥമായി തുറന്നു കൊടുക്കുന്നത്. എന്താ? ചെയ്തോട്ടെ, ചെയ്തോട്ടെ. ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദൂ ഇസ്മാ, അവന്റെ പാപം അധികരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാലിമീങ്ങൾക്കുള്ള വഴികൾ അല്ല തുറന്നു കൊടുത്തോണ്ടിരിക്കും. അവർക്കുള്ള ഹിദായത്ത് കൊടുക്കൂല, ലാലിമീങ്ങൾക്കുള്ള ഹിദായത്ത് കൊടുക്കൂല. ഇസ്ലാമിയ ശരീഅത്തിനെ ചവിട്ടിത്തേക്കാനും അതിനെ അപമാനിക്കാനും ശ്രമിക്കുന്നവർ അവൻ ലാലിമാണ്, അവർക്ക് ഹിദായത്ത് കിട്ടൂല. പേടിക്കേ വേണ്ട. നിങ്ങൾ വിചാരിക്കും നമ്മൾ അങ്ങനെയൊന്നും പറയരുത്, അവനെ അങ്ങനെ പറയരുത്, ഇവനെ അങ്ങനെ പറയരുത്. അത് ചിലപ്പോൾ അള്ള നാളെ ഹിദായത്ത് കൊടുത്താലോ, കൊടുക്കൂലല്ലോ, അള്ള പറഞ്ഞാലോ കൊടുക്കൂല. പിന്നെ നീ നിനക്ക് ഇങ്ങനെ പറയാൻ അവകാശമുള്ളത്?
നിനക്കങ്ങനെ പറയാം. ചില ആൾക്കാർ പറയും അവനെ കുറിച്ച് അങ്ങനെ പറയരുത്, ഇവനെ കുറിച്ച് അങ്ങനെ പറയരുത്, അവനങ്ങനെ പറയരുത്, ഇവനെ. ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി ചിത്രീകരിക്കുന്നവന് ലാലിമാണ്, ഹിദായത്ത് കിട്ടാത്തവനാണ്. അവൻ മരിക്കുന്നവരാണ് ഹിദായത്ത് കിട്ടൂല. അള്ളാഹ് പറഞ്ഞ കാര്യമല്ലേ ഇത്? അള്ളാഹ് പറഞ്ഞു വിശ്വസിക്കുമോ? നാട്ടുകാരൻ പറയും നമ്മൾ വിശ്വസിക്കുമോ? അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കൂല. അക്രമികൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കൂല, പേടിക്കേ വേണ്ട. എന്നാ പിന്നെ ഫിറഔന് അള്ളാഹ് ഹിദായത്ത് കൊടുക്കണമായിരുന്നു, ഖാറൂന് കൊടുക്കണമായിരുന്നു, ഹാമാന് കൊടുക്കണമായിരുന്നു, ഉബയ്യ് ബിൻ ഖലഫിന് കൊടുക്കണമായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടിയ ചരിത്രം ഉണ്ടോ? ചില ആൾക്കാർ പറയൂ അവരെ കുറിച്ച് അങ്ങനെ പറയല്ലേ, നാളെ അള്ളാഹ് ഹിദായത്ത് കൊടുത്താലോ ലഅനത്തുള്ളാഹി നമ്മൾ പറയല്ലേ, നാളെ അള്ളാഹ് ഹിദായത്ത് കൊടുത്താലോ ഇതെന്താ ലോട്ടറി കച്ചവടം, നാളെ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട്. ഇല്ല, അള്ളാഹ് പറഞ്ഞു ലാലിമിങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കും. ഒരു മനുഷ്യനെ ആക്രമിക്കുകയും തേജോവധം ചെയ്യും, ഇസ്ലാമിക ശരീഅത്തിനെ ചവിട്ടിത്തേക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഹിദായത്തില്ല. പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഹിദായത്തില്ല. അവരങ്ങനെയാണ്, ആ നികൃഷ്ട ഒരു വസ്തുവായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ അവർക്ക് എങ്ങനെ ഹിദായത്ത് കിട്ടുക? ഹിദായത്ത് കിട്ടൂല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്? അള്ളാഹ് പറഞ്ഞ വാക്കാണ്. കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം വശഹിദൂ അന്നർ റസൂല ഹഖ് വശഹിദൂ അന്നർ റസൂല ഹഖ് വജാഅഹുമുൽ ബയ്യിനാത്ത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. കൈഫ യഹ്ദില്ലാ, എങ്ങനെ ഹിദായത്ത് കിട്ടും? എങ്ങനെ അല്ലാഹ് ഹിദായത്ത് കൊടുക്കും? ഖൗമൻ, ഒരു വിഭാഗത്തിന്, കഫറു, അവൻ നിഷേധിച്ചവനാണ്, ബഅദ ഈമാനിഹിം, ഈമാനുള്ളവനായിരുന്നു. ഈമാനുള്ള എത്ര എണ്ണം നിഷേധിച്ച് ഇസ്ലാമിന്റെ ഇതിനെ തകർത്തെറിഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി തേജവധം ചെയ്തുകൊണ്ട് ഓടിപ്പോയി എത്ര പേര്? എത്ര പെണ്ണുങ്ങൾ പോകുന്നു? ശരീഅത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലേ? എത്ര എണ്ണം പോകുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്ര മുസ്ലിം പെണ്ണ് പോയി? മുസ്ലിം പെണ്ണ് പോയെന്ന് പറയരുത്. മുസ്ലിം പെണ്ണ് പോവോ അബീവേ? കാഫിറായവളാ പോയത്. മുസ്ലിം അതെങ്ങനെ പോകുന്നത്? മുസ്ലിം പെണ്ണ് പോയി. മുസ്ലിം പെണ്ണ് അവള് ശിർക്കിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ മുശ്രിക്കത്തായി. കുഫറിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ കാഫിറത്തായി. പിന്നെ ഒരു മുസ്ലിം ഒളിച്ചോടി നമ്മൾ എന്തിനാ പറയുന്നത്? അങ്ങനെ പറയരുത്. ആ വാക്കന്നെ തെറ്റാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമല്ലേ, കൈഫ യഹ്ദില്ലാഹു ഖൗമാ കഫറൂ ബഅദ ഈമാനിഹിം. ഈമാനുള്ള ഒരു വ്യക്തി ഈമാനിന് ശേഷം അവർ കുഫറിനെ ഇഷ്ടപ്പെട്ടാൽ, അവർ ശിർക്കിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവർക്ക് എങ്ങനെ വഴികാട്ടും? അവർക്ക് എങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുക? കാരണം എന്തേ? വശഹിദൂ, അവർ സാക്ഷ്യം വഹിച്ചവരാണ്, അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ്, സത്യത്തിന്റെ തിരുദൂതരാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമസ്ത മണ്ഡലങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ്, നമ്മുടെ അനിഷേധ്യ നേതാവാണ്, നമ്മെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കേണ്ട പ്രവാചകനാണ്, അന്ത്യദൂതനാണ്, തിരുദൂതരാണ്. അള്ളാഹുവിന്റെ വാക്കുകളെ, വചനങ്ങളെ, സത്യസന്ദേശങ്ങളെ ഒരു അണുകിട പോലും വ്യത്യാസമില്ലാതെ ഈ ലോകത്തെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുഭൂതരാണ്, അധ്യാപകനാണ്, ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കിയവളല്ലേ മുസ്ലിം പെണ്ണ്? അത് മനസ്സിലാക്കിയവനല്ലേ മുസ്ലിം സഹോദരാ? എന്നിട്ട് നീ ആ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോയാൽ കൈഫ യഹ്ദില്ലാ, അല്ലാഹു നിനക്ക് എങ്ങനെയാണ് ഹിദായത്ത് നൽകുക? പറയൂ, എങ്ങനെ തരും? വിശ്വസിച്ചു അല്ലാഹ് ഒരുവനാണ്, റസൂലുള്ളാഹ് ഞങ്ങളുടെ, അതല്ലേ പറയുന്നത്? ഇന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസിറാത്തു ഹഖ്ഖുൻ വൽ മീസാനു ഹഖ്ഖുൻ. എല്ലാം നമ്മൾ ഹക്ക് 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 എന്ന് വിശ്വസിച്ചു. ചത്ത് കഴിഞ്ഞ് മണ്ണിനകത്ത് കൊണ്ടിട്ടിട്ട് ഇവനെ ഹക്ക് ഹക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമുണ്ട്. ദുനിയാവിൽ വെച്ച് അവൻ മനസ്സിലാക്കണം ഇത് ഹക്കാണ്, സത്യമാണ്. അങ്ങനെ ഇവന്റെ ഉള്ളിൽ ഇത് ഹക്കാന്ന് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവൻ പോവോ? അവള് പോവോ? അത് ചോദിക്കണം. പോകുന്നവള് പോട്ടെ, അവൾക്ക് അള്ളാഹ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ. ലൂത്ത് നബി, നൂഹ് നബി പ്രവാചകനാണ്, പ്രവാചകന്മാരുടെ ഭാര്യ കല്ലിവല്ലി. അവർ മിണ്ടിപ്പോരുതെന്നാ പറഞ്ഞു. അവരെ കുറിച്ച് ചോദിച്ചു പോലും വരുന്നു, വിട്ടേക്കാൻ പറഞ്ഞു അവരുടെ കാര്യം. മോൻ പോയില്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. നഊദു ബില്ലാഹ്.
കൈഫ യഹ്ദില്ല, ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? കാരണം അവർ മനസ്സിലാക്കിയവരാണ് അന്ന റസൂൽ ഹഖ്, റസൂൽ സത്യമാണ്, അല്ലാഹ് സത്യമാണ്. വജാഅഹുമുൽ ബയ്യിനാത്ത്, സകലമാന ദൃഷ്ടാന്തങ്ങളും അവരുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. എല്ലാം ഉണ്ടല്ലോ, ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുന്നിൽ ഉണ്ടല്ലോ, തെളിവല്ലേ? ആരാണ് ഇതിന്റെ വ്യാഖ്യാതാവ്? ആരാണ് ഇതിന്റെ രചയിതാവ്? ഒന്ന് കാണിച്ചതാ, പറഞ്ഞതാ. ഈ ലോകത്തുള്ള ഏത് പുസ്തകങ്ങളും ഭൂമിയുടെ മുകളിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിക്കകത്ത് ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു ലോകത്തിലേക്ക്, മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, അവൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത അദൃശ്യ ലോകത്തെ കുറിച്ച് പ്രഖ്യാപിക്കാനും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താനും ഏത് ഗ്രന്ഥം ലോകത്തുണ്ട്? പറഞ്ഞതാ. അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതൊരു അധിപര ശക്തിയെ കൊണ്ടേ കഴിയുള്ളൂ. ആ ശക്തിയാണ് അല്ലാഹ്. ആ ശക്തി ഒരുവനാണ്, അവൻ ഏകനാണ്, അവനിൽ വിശ്വസിക്കണമെന്നാണ് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് വിശ്വസിച്ചിട്ട് ആ തൗഹീദിനെ വലിച്ചെറിഞ്ഞിട്ട് ഷിർക്കിന്റെ പിന്നാലെ പോയാൽ കൈഫ യഹ്ദില്ല, ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? ഇല്ല. അതാണ് എന്റെ അർത്ഥം. ഇല്ല. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. പോയില്ലേ, തകർന്നില്ലേ? വശഹിദു അന്ന റസൂല ഹഖ് വജാഅഹുൽ ബയ്യിനാത്ത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചവളാ, ഇസ്ലാമിക ശരീഅത്തിനെ അപമാനിച്ചവളാ, അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിച്ചവളാ, ബൈത്തുൽ മുഖദ്ദസിനെ അപമാനിച്ചവളാണ്, കഅബ ശരീഫിനെ അപമാനിച്ചവളാണ്, മദീന മുനവ്വറയെ അപമാനിച്ചവളാണ്. അതുകൊണ്ട് അവൾക്ക് ഹിദായത്തില്ല, അവർക്ക് ഹിദായത്തില്ല. അവർ ലാലിമാണ്, അക്രമികളാണ്. കൈഫ യഹ്ദില്ല, അവർക്കെങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് നൽകുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ പര്യവസാനം എവിടെ? അവരുടെ പര്യവസാനം എവിടെ? ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനതല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹു അക്ബർ. അവൾക്കുള്ള കൂലി, അവളുടെ കൂലി, അവന്റെ കൂലി. ഇസ്ലാമിക ശരീഅത്തിനെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്നവൾ, അല്ലാഹ് പറയാണ് അവളുടെ കൂലി, അവൾ നിത്യമായും, അവൾ കാലാകാലവും ശപിക്കപ്പെട്ടവളാണ്. അന്ന അലൈഹിം ലഅനത്തല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം, വൽ മലായിക, മാലാകമാരുടെ ശാപം, വന്നാസി അജ്മഈൻ, സകല ജനങ്ങളും. അവൾ പോയില്ലേ മുടിയാൻ, തകരാൻ, നശിക്കാൻ. അവസാനം വേശ്യാലയത്തിൽ പോയി അവൾ ചാവും. അങ്ങനത്തെ പുഴുപിടിച്ച് ചാവും, പുഴുത്തി ചാവും. അതാണ് അവസാനത്തെ ഗതികേട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ശാപം അവളുടെ മേലേക്ക് ഇറങ്ങി. ഈ ശാപം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാപം കയറിപ്പോയി അവളുടെ മേലേക്ക്. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ, ഖുർആനല്ലേ ഇത്. എന്നെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വാക്കാണ്, അല്ലാഹ് പറഞ്ഞ വാക്കാണിത്. ലഅനത്തല്ലാഹ് വൽ മലായികതി വന്നാസ് അജ്മഈൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻദറൂൻ. ഒരു എക്സ്ക്യൂസുമില്ല. നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ ശിക്ഷ അവരെ നേരിടുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ അവൾ പോയിട്ട് പശ്ചാത്തപിക്കുകയാണ്. ഒരു പരിഹാര മാർഗമുണ്ടോ നാദാ? ഉണ്ടോ നാദാ? ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അവളുടെ മേലുള്ള ശിക്ഷകൾക്ക് ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല. ഒരലിവും അല്ലാഹുക്ക് തോന്നൂല, ഒരു കുറവും അല്ലാഹു തആല ചെയ്യൂല. നല്ല നിലയ്ക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാകും. ഒരവധി കൊടുത്തിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് തിരിഞ്ഞ് മനസ്സിലാക്കി പശ്ചാത്തലി. അതിനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? ഈമാൻ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് പോയവളാണ്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടൂല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണ് 20 വർഷം വരെ ഇസ്ലാമിൽ നിന്നവളാണ്. 21ാമത്തെ വർഷം അവൾ കുഫറിനെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി. 1 വർഷം കുഫറിൽ താമസിച്ചു, വീണ്ടും തിരിച്ചു വന്നു 22ാമത്തെ വയസ്സിൽ.
21 വർഷത്തെ അവളുടെ സകല അമലുകളെയും അള്ളാഹു ഡിലീറ്റ് ആക്കി കളയും, നന്മകളെ ഡിലീറ്റ് ആക്കി കളയും. 23-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചാൽ ഈ 20 വർഷത്തെ ശിക്ഷയും അവൾ അനുഭവിക്കേണ്ടി വരും. ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഷിർക്കിലേക്ക് പോയ പെണ്ണിനെ മുസ്ലിമാക്കി തിരിച്ചു കൊണ്ടുവരുമല്ലോ, നമ്മൾ മനസ്സിലാക്കണം. ഒളിച്ചോടി പോയ ശൈത്താനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് തലയ്ക്ക് പിടിച്ചൊഴിഞ്ഞ് 3 തേങ്ങായും ഉടച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കും. എന്തൊരു ഷഹാദത്ത് കലിമ, എന്ത് ഷഹാദത്ത് കലിമ, ഡയപ്പിൽ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്താൽ അവർക്ക് എന്ത് ഷഹാദത്ത് കലിമ? നമ്മുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അടിയിൽ കൂടെ വേറെ പരിപാടിയാണ്. ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി മുസ്ലിമായെന്ന് വെച്ചോളി. ഈ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം, ഇപ്പോൾ 40 വയസ്സ് അതൊക്കെയാണ് ഒളിച്ചോടുന്നത്. ഈ 40 വയസ്സ് ഓടുന്നത് ഈ ഷിർക്കിന്റെ പിന്നാലെ പോകുമ്പോൾ ഈ 40 വർഷം അവൾ ചെയ്ത നിസ്കാരം, ഇബാദത്ത്, നന്മകളുണ്ടല്ലോ, അത് മുഴുവനും അല്ലാഹു തആല ഡിലീറ്റ് ആക്കും. എന്നിട്ട് 41-ാമത്തെ വയസ്സിൽ ഇവൾ ഇസ്ലാമിനെ സ്വീകരിച്ച് വീണ്ടും കടന്നു വന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്തു. എന്നാലും അവൾ ഈ 40 വർഷം നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇസ്ലാം. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ എന്താ വിചാരിച്ച് ഇന്നലെ അവൻ്റെ കൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് ശാശ്വത ഇല്ലാളായിരിക്കും പറ്റിപ്പോയി, അള്ളാഹ് പറ്റിപ്പോയി, അള്ളാഹ് ഇനി അങ്ങനെ പോയില്ല, അള്ളാഹ് പോയില്ല, കുഴപ്പമൊന്നുമില്ല, ഇനി പോയില്ല, ഇനി പോകാതിരുന്നാൽ മതി, പോയതിന് ഇടി വേറെ ഉണ്ട്. ഇസ്ലാമിക നിയമം അതാ. ആർക്കും അറിയില്ലല്ലോ സംഭവം, ആർക്കറിയോ? എല്ലാവരും വിചാരിച്ചെന്താ, ഓഹോ പോയെങ്കിലും 2 ദിവസമേ കഴിഞ്ഞുള്ളൂ, പെട്ടെന്ന് ഇഞ്ഞ് വന്നു, 2 ദിവസമേ ഷിർക്കിൽ കഴിഞ്ഞുള്ളൂ, മാലയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചോണ്ടിഞ്ഞ് വന്നു. മാലയിട്ടോ 18 വർഷം നിന്റെ ഡിലീറ്റായി. ഖുർആനും ഹദീസും ദിക്റും സലാത്തും ഇസ്തിഗ്ഫാറും എല്ലാം ഡിലീറ്റായി. ആ 18 വർഷം നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഇനി നരകത്തിൽ കിടന്ന് ഇടി കിട്ടിയിട്ട് പിന്നെ അള്ളാഹ് വല്ല ഔദാര്യം ചെയ്താൽ കയറിപ്പോകാം. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ ആയത്തോടെ ഒതുക്കിപ്പിച്ചു തരാം. ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം സുമ്മ സ്ദാദൂ കുഫ്റൻ ലൻ തുഖ്ബല തൗബതുഹും വഉലൈക ഹുമുല്ലാലൂൻ. ഞാനീ പറയുന്നത് കൂട്ടിട്ട് മോശമായിട്ട് പോകുന്ന കേസിട്ടായി പറയണത് ഖുർആൻ. കബറിലെ കൂട്ട് കബറിലേക്ക് പോവാണ്. കബറിൽ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ മുകളിലെ കൂട്ടുകാരൻ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ഖുർആനായത്താണ്, മനസ്സിലായില്ലേ? അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ? ഫലം തുഖ്ബല മിൻ അഹദിഹിം മില്ലുൽ അർളി ദഹബൻ വലൗ ഇഫ്തദാ ബി. ഈമാനിന് ശേഷം കുഫറിലേക്ക് പോയ ഒരു വ്യക്തി, അവർ മരിച്ചുപോയി, അവർക്ക് വേണ്ടി നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഈ ഭൂമി നിറയെ നിങ്ങൾ സ്വർണവും വെള്ളിയും സദഖയായി നൽകിയാൽ ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയും ചവിട്ടുകൊട്ടയിലേക്ക്. ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും. ഒരു കാഫിറത്തിനെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ഒരു പെണ്ണ് ശിർക്കിലേക്ക് പോയി, കുഫറിലേക്ക് പോയി, അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അവൾ പിഴച്ചവൾ, അവൾ നരകത്തിന്റെ അവകാശി. കാക്കട്ടെ. പോയില്ലേ, തീർന്നില്ല ഹബീബേ. എന്താ നിങ്ങൾ വിചാരിച്ചേ? അള്ളാഹിനോടുള്ളാണ് കളി? അള്ളാഹിനോടാണോ കളി? എന്താ വിചാരിച്ചത്? ഖുർആന്റെ വാക്ക അല്ലാഹു ഉപയോഗിച്ചെന്താ? ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം സുമ്മ സ്ദാദു കുഫ്റൻ ലൻ തുഖ്ബല തൗബതുഹും. ഉണ്ടോ? ലൻ തുഖ്ബല തൗബതുഹും. കാഫിർ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോയി, അവരുടെ തൗബയ്ക്ക് സ്വീകാര്യമില്ല. വൗലൈക ഹുമുല്ലാലൂൻ. അവർ പിഴച്ചവർ തന്നെയാണ്, അവർ പിഴച്ചവർ തന്നെയാണ്. പണ്ടാരടങ്ങാൻ നീ ശിർക്കിനെ പിടിച്ചോണ്ട് പോകണം. ഒരു മുസ്ലിമിന്റെ കൂടെ വിളിച്ചോടിപ്പോ, വിളിച്ചോടി പോകില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂല. എല്ലാം മുട്ടിയിരിക്കുകയാണ്, പോകാൻ രക്ഷയില്ല. ഇപ്പം നമ്മളിപ്പം പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ കൂടെ പോരും, ഈമാനുള്ളവൻ്റെ കൂടെ വിളിച്ചോടിപ്പോ. എന്നാലും മുശ്രിക്കാവൂലല്ലോ, കാഫിറാവൂലല്ലോ. ഇത് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോവല്ലേ. അവസാനം എവിടെയൊക്കെ പോയി എത്തുന്ന മോളെ? എവിടെയൊക്കെ പോയി എത്തുന്നത്? നിന്റെ കബറിൽ വരുന്ന കൂട്ടുകാരി ആരായിരിക്കും? അതാണ് നമുക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തത്. അതാണ് ഞാൻ ഈ ഓതിയായത് നേരത്തെ. ഖാലിദീന ഫിഹാ നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ് ലാ യുഖഫഫു അൻഹുൽ അദാബ്. മാത്രല്ല ഇവരുടെ ഈ ഇങ്ങനെ പോകുന്നവരുടെ റൂഹിനെ പിടിക്കുന്നതും അല്ലാഹു തആല വളരെ മൃഗീയമായിട്ടാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق
الحق وكنتم عن آياته تستكبرون. അല്ലാഹു അക്ബർ. നല്ലപോലെ ശ്രദ്ധിക്ക്. ഇസ്ലാമിനെ കുറിച്ചൊക്കെ മുസ്ലിം പേരിൽ കുറെ കോഞ്ഞാട്ടകള് മൊയന്തുകള് ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓർക്കും അവൾ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോണത് എന്തിന് സഹോദര? ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദിയോ അവൾ ഇസ്ലാമിന് ശത്രുവല്ലേ, ഇസ്ലാമിന് ശത്രു ഇസ്ലാമിനെ അനുകൂലിച്ച് പറയോ? പിന്നെ എന്തിനത് കേൾക്കണം? പിന്നെ എന്തിനത് ഫോർവേഡ് ചെയ്യണം? അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൽ തന്നെ തെറ്റാണത്. അത് ഷിർക്കിന് വേണ്ടി അറാമിന് വേണ്ടി പൈസ ചെലവാക്കിയതിന്റെ ശിക്ഷ കിട്ടും. അതെന്തിനു നിങ്ങൾ കേൾക്കണം? ആർക്കും മറുപടി കൊടുക്കാൻ. ذلك الكتاب لا ريب فيه هدى للمتقين. പരിശുദ്ധമായ ഖുർആൻ സംശയം വേണ്ട, നിസ്സംശയം അത് വഴികാട്ടിയാണ്. അത് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതാരാണോ അതിനെ ഇഷ്ടപ്പെട്ടു വരുന്നവർ അവർക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്ത മഹനീയമായ മഹത് ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ സംശയമേ ഇല്ല, അതിൽ വൈരുദ്ധ്യമേ ഇല്ല. പിന്നെ നമ്മൾ എന്തിനു മറുപടി കൊടുക്കണോ? ഞാനോ നിങ്ങളെ മറുപടി കൊടുത്ത ഇവ മുസ്ലിം ആവോ? ആയിരക്കണക്കിന് യൂറോപ്പിലെ മക്കൾ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പരട്ടകള് പനങ്കരട്ടികള് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ഇത് പറയുന്ന കേൾക്ക് ഉസ്താദ്, ഇതൊന്നും പറയുന്ന കേൾക്ക് ഉസ്താദ്, ഇതൊക്കെ മറുപടി കൊടുക്കും. ആർക്ക് മറുപടി കൊടുക്കാന്? ഈ മുശ്രിക്കത്തിന് ഈ കുഫ്രിയത്തിന് എന്ത് മറുപടി? ഇവർക്കെന്ത് മറുപടി? മിണ്ടരുത്. ആ സമയം 10 സലാത്തുള്ള ദിക്റിൽ എന്റെ കൂലി കിട്ടും നമുക്ക്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കേൾക്കുകയും ചെയ്യരുത്. അതൊക്കെ തട്ടി വിട്ടേക്കണം. വല്ലി അത് അവരെ വളരാൻ വേണ്ടി ഉള്ള ഒരു പ്രചോദനമാണത്. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാരണം നമ്മൾ അംഗീകരിച്ചാ പോരെ. നമ്മളതൊക്കെ എന്തിനാ സ്വീകരിക്കാൻ? തട്ടി വിട്ടേക്കണം. അതൊന്നും സ്വീകരിക്കാനേ പാടില്ല, കേൾക്കാനേ പാടില്ല. വല്ലി എന്ന് നമുക്ക് സമയമില്ല. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. എനിക്ക് സമയമില്ല. എനിക്ക് ജാഹിലിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും അതിനുവേണ്ടി മറുപടി പറയാനും ഇതിന് നമുക്ക് സമയമില്ല. സലാമുൻ അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ നമ്മൾ നമ്മുടെ പണിയെടുക്കും. അതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. കാരണം അവർക്ക് ഹിദായത്ത് കിട്ടില്ല നല്ല പറഞ്ഞ വാക്കല്ലേ. പിന്നെ നമ്മൾ എന്തിനു വെറുതെ നമ്മൾ കഷ്ടപ്പെടാൻ പോണത്? നമ്മൾ കഷ്ടപ്പെട്ട് കാര്യമില്ല. അല്ലാഹ് പറഞ്ഞു ഹിദായത്ത് കിട്ടൂല എന്ന്. പിന്നെന്തിന്? ഹിദായത്ത് അല്ലാഹു തആല കൊടുക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനാണ് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുക. ഇസ്ലാമിനെ പുച്ഛിക്കുന്നവനും ആക്ഷേപിക്കുന്നവനും അധിക്ഷേപിക്കുന്നവനും ഹിദായത്ത് കൊടുക്കൂല. അങ്ങനെ കൊടുത്ത ചരിത്രം ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണത്. ഇനി അവന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ ഇസ്ലാമിനെ ആക്ഷേപിച്ചേക്കാം. അവൻ പെട്ടെന്ന് പഠിക്കും, മനസ്സിലാക്കുമ്പോൾ അവൻ ഉടനെ പശ്ചാത്തപിക്കും. അവന് ചിലപ്പോൾ ഹിദായത്ത് കിട്ടിയേക്കാം. പക്ഷെ അതല്ല, ഇസ്ലാമിനെ പരസ്യമായി രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മൾ മറുപടി കൊടുത്തോണ്ടവർക്ക് ഹിദായത്ത് കിട്ടൂല. ഇത് അല്ലാഹ് തന്നെ പറഞ്ഞ കാര്യമാണ്, ഹിദായത്ത് കിട്ടൂല. പിന്നെ അതിനു വേണ്ടി നമ്മൾ സമയം മെനക്കെടാൻ നിൽക്കല്ലേ. അതാണ് നമ്മൾ പറയേണ്ടത്. സമയം നമ്മൾ മെനക്കെടുത്തണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് കിട്ടിയ ഹിദായത്ത് അത് പൊട്ടിപ്പോകാതെ പിടിച്ചു വെച്ചോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആലിമ്യങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അല്ലാഹു തആല എന്താ വളരെ മൃഗീയമായ നിലയിലാണ് റൂഹിനെ പിടിക്കുന്നത്. മലക്കുകൾ വന്നിട്ട് പറയും, അഖ്രിജൂ അൻഫുസകും, പുറത്തെടുക്കടാ നിന്റെ റൂഹിനെ, വലിച്ചെടുക്കടാ നിന്റെ പുറത്ത്. യളിരിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും മുതുകത്തും അടിയാണ്, ഭയങ്കരമായ അടിയാണ്. എടുക്ക് പുറത്ത് വലിച്ചൂരി എടുക്കാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാ നിന്നെ ഇത്രത്തോളം മൃഗീയമായ നിലയിൽ ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന നിനക്കറിയോ? അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹു പറയാത്തത് അല്ലാഹുവിന്റെ മേൽ പറഞ്ഞവനല്ലേ. അല്ലാഹു അറിയിക്കാത്തത് അവന്റെ മേൽ അപരാധം പറഞ്ഞ് കെട്ടിച്ചവച്ചവനല്ലേ. പരിശുദ്ധമായ ശരീഅത്ത് അത് വിശാലമാണ്, ലോകർക്കത് മാതൃകയാണ്, സകലമാന മക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ മഹനീയമായ മാതൃകയാ, മഹത്തരമായ ഗ്രന്ഥമാണ്. അതിനെ ആക്ഷേപിച്ചവനല്ലേ, അധിക്ഷേപിച്ചവളല്ലേ. അല്ലാഹുവിന്റെ മേൽ അപരാധം പറഞ്ഞവനെ, നിന്റെ ആത്മാവിനെ മൃഗീയമായ നിലയിൽ പിടിക്കാനാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചത്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിനക്ക് നൽകപ്പെടുന്നത് നിന്ദ്യമായ ശിക്ഷയാണ്.
എന്താ സംഭവം? കാരണം ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിനെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തിയവരല്ലേ രാവിലെ ചായ കുടിക്കാൻ കടയിൽ പോയിരുന്നിട്ട് ഇസ്ലാമിക പേരും വെച്ച് യുക്തിവാദി നിരീശ്വരവാദികൾ ഇസ്ലാമിക ശരീഅത്തിനെ അടച്ചാക്ഷേപിക്കുമെങ്കിൽ അവന്റെ റൂഹിനെ പിടിക്കുന്നതും ഈ മൃഗീയമായ കോലത്തിലാണ്. ചില പനങ്കരട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് മീഡിയയിൽ കൊണ്ടിരുത്തും. നല്ല മൊയ്ലിയാക്കന്മാരെ വിളിച്ചിരുത്തൂല, ഇരുത്തോ? എന്നാൽ ഇസ്ലാമിന്റെ ഹക്ക് പറയും. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കുറെ ജാരസന്താനങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി മീഡിയയിൽ ഇരുത്തിയിട്ട് ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് ചോദിക്കും. മൂത്രം ഒഴിച്ചാൽ കഴിവാത്തവനാ, അവന്റെ അടുത്ത് എന്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ? അതാണ് മീഡിയക്ക് വേണ്ടത്. അല്ലാതെ ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഇസ്ലാമിക ശരീഅത്ത് വ്യാപിപ്പിക്കാൻ ഏതെങ്കിലും മീഡിയകൾ സമ്മതിക്കുമോ? സമ്മതിക്കൂല. അവന്റെ റൂഹിനെ അല്ലാഹു തആല പിടിക്കുന്നത് ഈ കോലത്തിലാണ്. എങ്ങനെ? അൽയൗമ തുജ്സൗന അദാബൽ ഹുൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തത് നീ പറഞ്ഞവനാണ്. തീർന്നില്ല. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അള്ളാഹുവിന്റെ ആയത്തിനെ ധിക്കരിച്ച് അഹങ്കരിച്ച് കിബിർ കാണിച്ച് അതിനെതിരെ പല്ലിളിച്ച് നടത്തിയവനാണ്, നടന്നവനാണ്. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഇതാണ്, നിനക്കുള്ള ശിക്ഷ ഇതാണ്. ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരാ, കൂട്ടുകാരി? ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? എന്തായാലും ഒരിക്കൽ ഒരു മരണമുണ്ടാകും, അത് യാഥാർത്ഥ്യമായിരിക്കും. ആ മരണം നല്ല മരണമായാൽ നിനക്ക് ആ ഖബറിൽ ആ നല്ല മരണം കൂട്ടുകാരനായിട്ട് വരും. ആ മരണം ദുനിയാവിൽ അത് മോശമാണെങ്കിൽ ആ മോശമായ അവസ്ഥയിലായിരിക്കും നീ ഖബറിലേക്ക് പോവുക. അതുകൊണ്ട് ഖബറിലെത്തുന്ന നന്മകൾ എന്താണ്, കൂട്ടുകാരെന്താണ്, ഖബറിലെത്തുന്ന നല്ലവർ ആരാണ്, മോശമായവർ ആരാണ്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ ബഅദി മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ അവനെ സഹായിക്കുന്ന കൂട്ടുകാർ ആരൊക്കെ? അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നല്ലപോലെ ശ്രദ്ധിച്ചോ. അല്ല നിങ്ങൾ ഈ പറയുന്ന സമൂസായോ പൂവമ്പഴവും രസകദളിയോ ഒന്നും അങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കിയോ കൊള്ളാം. ഈ ഹദീസ് നബിസ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കാണ്. സഹീഹ് ഇബ്നു മാജ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹോദരിമാരെ നല്ലപോലെ മനസ്സിലാക്കും. കൂടുതൽ സഹോദരിമാർക്കാണ് ഇപ്പൊ ഈ അള്ളാഹയെ കുറിച്ച് പേടിയില്ലാത്ത, വല്ലാഹി സത്യം അള്ളാഹയെ പേടിയില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ ഈ പോണത്. അള്ളാഹയെ പേടിയില്ല. എന്ത് കല്ലി വല്ലി വ്യഭിചരിക്കാനൊന്നും ഒരു പേടിയത്, ചുമ്മാ ചായ അടിക്കുന്ന പോലെ പണ്ട് നായനാര് പറഞ്ഞ പോലെ എന്നൊരു പേടിയേ ഇല്ല. സംഭവം കല്ലി വലിയ സംഭവം. തക്കം കിട്ടിയാൽ എവിടെ മൂലക്കെങ്കിൽ പോലെ കഥവന്റെ സൈഡിലേക്ക് സൈഡിൽ പത്തായത്തിന് കട്ടലടിയിൽ കട്ടൽ എവിടെയെങ്കിലും ഒക്കെ അതൊരു പേടിയില്ലെന്ന് സംഭവം. ഒരു ചായ കുടിക്കുന്ന പോലെ ഇല്ലേ, പേടിയില്ല. അള്ളാഹെ പേടിയില്ല. നമുക്ക് അതൊരു പേടി. അള്ളാഹ് ഒരു ചുമ്മെങ്കിലും ഒരു പേടി വരും. കാരണം ഈ തെറ്റുകൾ ചെയ്ത് 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 മൊത്തം കൽബിന്റെ ഉള്ളില് പൂപ്പ് ക്ലാവ് പിടിച്ചുപോയി. ഇനി അതെന്താവൂല, മാഫി ഫായിദ. ആ പാത്രം ഇനി മാഫി ഫായിദ. അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും തെറ്റ് ചെയ്യാനൊരു പേടിയില്ലാതെ പോകുന്നത്. ആദ്യമൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, പെട്ടെന്നുള്ള ഞാൻ ചെയ്തു പോയ പ്രശ്നം മാപ്പാക്കണേ അല്ലാഹ്, ഒരു പേടി ഉണ്ടാകും. ശരിയാണ്. പിന്നെ വീണ്ടും 2, 3, 4, 5, 6, 7 എല്ലാം തൗബ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ കല്ലി വലിയ പേടിയൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹെ ഭയപ്പെടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. രഹസ്യത്തിൽ അള്ളാഹയെ ഭയപ്പെടുന്നവർക്ക് വലിയ കൂലിയാണെന്ന്. രഹസ്യത്തിൽ അള്ളാഹയെ ഭയപ്പെടുന്നവർക്ക് വലിയ കൂലിയാണ്. അത് കിട്ടണം. അത് കിട്ടിയാവും വലിയായി. അവൻ യഥാർത്ഥ വലിയെന്ന് പറയുന്നത് അതാണ് സംഭവം. രഹസ്യത്തിൽ അള്ളാഹയെ പേടിക്കണം. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയോ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കും. ഷാളിട്ട് നടക്കുമ്പോൾ വലിയ ഷേഖുനായിട്ട് നടക്കും. പിന്നെ ഷാളൊക്കെ ഊരി ഒന്നുമില്ലാതെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബർമൂടായിട്ട് ആരാ ഇവനാരാ ഒന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലാണ്. അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പടച്ചോനെ, നമ്മളൊക്കെ ളുഅഫാക്കളാണ്, ഫഖീറാണ്. അള്ളാഹു എന്ന് ഞങ്ങൾ അപമാനിക്കല്ലേ പടച്ചോനെ. ഞങ്ങളുടെ പാവങ്ങൾ കാരണമായി ഞങ്ങൾ അപമാനിക്കല്ലേ അള്ളാഹുവേ.
നമ്മളെ ഇസ്സത്തിലാക്കണേ പടച്ചവനെ, ഇസ്സത്തിലാക്കണേ പടച്ചവനെ, ഇഫത്തിലാക്കണേ പടച്ചവനെ. നമ്മളെല്ലാം തെറ്റുകാരാ ഹബീബേ. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്യണം അള്ളാഹുലേക്ക്. തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്ത് പെട്ടെന്ന് അള്ളാഹിലേക്ക് മടങ്ങണം. ഇത് ചുമ്മാ പിന്നെയും 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 ഒരുമാതിരി സ്നാക്ക് കഴിക്കുന്ന പോലെ, സ്നാക്സ്, ചായക്ക് കടി, സ്നാക്സ്, അതുപോലെ ആയിപ്പോയില്ലേ സംഭവം. പിന്നെ അങ്ങനെ അള്ളാഹ് ഓർക്കുന്നത് അല്ലേ? അള്ളാഹു തആല പറയുന്നത് വലം യുസിറു അലാ മാ ഫഅലു, വലം യുസിറു അലാ മാ ഫഅലു. നീ തൗബ ചെയ്തോ, പക്ഷെ നീ അതിൽ സ്ഥിരമായിട്ട് ആ പണിയെടുത്ത് ആ സ്നാക്സ് കഴിക്കാൻ നിൽക്കരുത്. അതാണ് സ്ഥിരമായിട്ട് സ്നാക്സ് കഴിക്കാതിരുന്ന പാവം പോർക്കാർ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നീ ചെയ്തു പോയി 1-2 പ്രാവശ്യം അള്ളാഹുവെ ഞാൻ ചിരിച്ച് 2 കടി കടിച്ചു പോയി, എന്ത് ചെയ്യണം, മാപ്പാക്കി തൗബ ചെയ്ത് അള്ളാഹിൻ്റെ അടുക്കെ പൊരുത്തം വാങ്ങി നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങി ഇൻഷാ അല്ലാഹ് ഇനി നീ കടിക്കാതെ സൂക്ഷിച്ചാൽ മതി. സംഭവം അതാണ് അതിൻ്റെ അർത്ഥം. അല്ല പിന്നെയും പിന്നെയും പോയിട്ട് പിന്നെ തൗബ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വലം യുസിറു അലാ മാ ഫഅലു യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ മുന്നിലേക്ക് ചാടാതെന്നാൽ അത് അള്ളാഹ്ക്ക് പിടിക്കൂല. അതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് തൗഫീക്ക് തരട്ടെ. തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല ഹബീബേ, എല്ലാവരും തെറ്റുകൾ ചെയ്യും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ നമ്മുടെ തെറ്റുകളൊക്കെ? നമ്മളൊക്കെ തെറ്റുകളൊക്കെ അതിനെ അള്ളാഹു തആല ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്തേക്കുന്നത്. എവിടെ ക്യാമറ? എല്ലായിടത്തും ഉണ്ട്. അല്ലേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പടച്ചവനെ. നമ്മളിപ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും, വല്ല സാധനം ഇരിപ്പുണ്ടോ എന്ന്. വണ്ടി ഓടിക്കുമ്പോഴും വീട്ടിൽ പോകുമ്പോഴൊക്കെ നോക്കും, അതൊക്കെ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം അങ്ങനെയാണല്ലോ. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അതാണ് ക്യാമറ. രഹസ്യ ക്യാമറ അല്ല, അതാ രസം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV, നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ നിരീക്ഷകരാണ്, നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. രഹസ്യം അല്ലല്ലോ, അതാ രസം. രഹസ്യമല്ല. പോലീസുകാരാണെങ്കിലും അത് രഹസ്യമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ്, പരസ്യമാക്കണമെന്ന്, എന്നിട്ട് വേണം നോക്കാൻ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് എഴുതി വെക്കുന്നത് ഫ്രണ്ടിൽ. മനസ്സിലായില്ലേ? പിന്നെ അറിയിച്ചില്ല എന്ന് വേണം. അതാ അള്ളാഹ് ഖുർആനിലും പറഞ്ഞതാ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അള്ളാഹും ഖുർആനും നേരത്തെ പറഞ്ഞിട്ടാ ഫിറ്റ് ചെയ്തത്. വകുല്ല ഇൻസാൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. നാളെ ആഖിറത്തിൽ പോകുമ്പോൾ നമ്മുടെ ക്യാമറ CD എടുത്തിട്ട് വലിയൊരു കിതാബാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. എൻ്റെ 12 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള മുഴുവൻ CD ഇതിനകത്തുണ്ട്. 12 വയസ്സ് വരെ ബാലികാവുന്നത് വരെ അള്ളാഹു ഒഴിവാക്കി തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം അതിലുണ്ട്. വലിയൊരു കിതാബായിട്ടാണ്, CD ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ തൊട്ട് മറ്റേ പിന്നെ 3D 4G 4G 6GB അതെന്താ 1 TB 2 TB ഒന്നും ആവില്ല സംഭവം. അതെല്ലാം പൊട്ടിത്തെറിച്ചു പോകും. അത്രയ്ക്കും പണിയല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കിതാബാക്കി അള്ളാഹു വെച്ചേക്കാം. 2 വർഷം ജയിലിൽ കിടക്കുന്നവനെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുക നമ്മൾ വായിച്ചിട്ടില്ല. 25,000 പേജുള്ള കുറ്റപത്രം. അവൻ്റെ ജീവിതത്തിൽ 25,000 കേട് കണ്ടിട്ടില്ല. അതാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ടിപ്പറിനകത്ത് ഇവന്റെ കുറ്റപത്രം കോടതി കൊണ്ട് സമർപ്പിക്കുന്നു. ടിപ്പറിൽ. കാരണം ഇത് ആര് പൊക്കിക്കൊണ്ട് പോകാൻ 25,000? കേവലം ഒരു 2 വർഷം പണിയെടുത്ത ഒരു തെറ്റ് ചെയ്തവന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഈ 40 വർഷവും 30 വർഷവും 35 വർഷവും 25 വർഷമൊക്കെ തെറ്റ് ചെയ്ത് നമ്മുടെയൊക്കെ സീഡിക്കകത്താക്കിയ പൊട്ടിത്തെറിച്ചു പോയനത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. ആ ക്യാമറ നാം ഖിയാമത്ത് നാളിൽ പുറത്തെടുക്കും. കിതാബാ, ഒരു വലിയ പുസ്തക രൂപത്തിൽ. യൽഖാഹു മൻശൂറാ, തുറന്ന പുസ്തകം. തുറന്നു വെച്ചരും. ഏയ് അബൂബക്കർ വാ. അല്ലോ പ്രച്ചോനെ പേടി വരും. വിളിക്കാൻ അല്ലാഹു തആല എന്താ രംഗമല്ലേ? ഒരു ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ നമ്മൾ എത്ര തൗബ ചെയ്താലും ഹജ്ജ് ചെയ്താലും അള്ളാഹ് പുറത്തു തരും. പക്ഷെ എന്നാൽ ചെയ്ത തെറ്റ് അള്ളാഹ് നമ്മളെ രഹസ്യമായിട്ട് കാണിക്കും. അതാ രസം. കുടുങ്ങിപ്പോയി. ഈ ചാളൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ കാണുന്ന രംഗം ആലോചിക്കാനേ വയ്യ. എന്താണ് അള്ളാന്റെ പണി? അതാണ്. എന്നിട്ട് അള്ളാഹ് ആരാ? അവൻ അജയ്യനാണ്, അതിപരാശക്തിയാണ്. ഇതെല്ലാം കാണുന്നുണ്ട്. നിന്റെ ഓരോ പ്രവൃത്തികൾ അള്ളാഹ് കാണുന്നുണ്ട്. അത് നീ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ഉഡായിപ്പ് ദൈവമൊന്നും അല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കി തരാനാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഇന്നല്ലാഹ തബാരക വതആല യുദ്നിൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു. അല്ലാഹു തന്റെ ദാസനെ നാളെ ഖിയാമത്തിൽ വിളിച്ച് അടുത്തേക്ക് വരുത്തും. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു മുബാറക്കായ ഒരു തുണിയിട്ട് അവനെ അങ്ങ് മൂടും. അവൻ്റെ ഉള്ളിലേക്ക് അവനെ അങ്ങോട്ട് മൂടും. അപ്പോൾ അള്ളാഹു നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. രഹസ്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇയാളെ കൂട്ടിയിട്ട് പോകൂലേ അകത്ത്? എല്ലാ പണി ഇവിടെ ഉണ്ട്. ഇത് തന്നെ അള്ളാഹുത്താല അവിടെ ആഖിറത്തിൽ എടുക്കാൻ പോണ പണി ഇവിടെ ഉണ്ടല്ലോ. രഹസ്യമായി 2 മണിക്കൂർ നേരം ചോദിച്ചു, 5 മണിക്കൂർ നേരം ചോദിച്ചു, 9 മണിക്കൂർ നേരം പത്രത്തിൽ വായിക്കുന്നില്ലേ രഹസ്യമായിട്ട്? ഇപ്പം വലിയ വലിയ ശേഖന്മാരൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെയാണ് അള്ളാന്റെ കളി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. ആരെ എവിടെയാ കിടക്കുന്ന ഇവനൊക്കെ ആരെ പൊക്കും, പൊങ്ങിയവനെ താക്കാനും താത്തവനെ പൊക്കാനും ഇതൊക്കെ അള്ളാഹ്ക്കറിയാം. അപ്പോഴും ദുആ ചെയ്ത് തൗബ ചെയ്ത് വെറും ഒരു പാവി ഫക്കീറായിട്ട് നടന്നു, കിബറായിട്ട് നടക്കണ്ട. എപ്പോഴാ പൊക്കിക്കൊണ്ടിടുന്നതെന്ന് അറിയില്ല. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. വലിയ കിബർ കാണിക്കണ്ട ഭൂമിയിൽ. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ പേടിച്ച് പിടിച്ചടക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മളെ വിളിക്കും. വാ ഓരോരുത്തർ 1 by 1 ഓരോരുത്തരായിട്ട് വാ. അതൊക്കെ അള്ളാഹ് സരീഉൽ ഹിസാബാണ്. അള്ളാഹ്ക്ക് പെട്ടെന്ന് നടക്കും. നമ്മളെ പോലെ ഒന്നുമല്ല കുറെ നേരം ക്യൂ നിൽക്കണ്ടായി, വെയില് കൊള്ളണ്ടായി. അള്ളാഹ് സരീഉൽ ഹിസാബാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു ബിരിദാഇഹി. അവന്റെ ചാദറെ മുബാറക്, അതൊരു പ്രത്യേകമായ ഒരു പുതപ്പിനകത്ത്, അതെങ്ങനെയുള്ള പുതപ്പ് അത് അല്ലാഹു ആലം, അതെന്തുവാകട്ടെ, അതൊരു ഒരു ആലങ്കാരിക ഭാഷയാണ് ഹദീസിൽ വന്നത്. അങ്ങനെ എന്നെയും നമ്മളെയും അള്ളാഹുവും ഞാനും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവുമായിട്ട് നമ്മൾ മാത്രം കേട്ടോ. അള്ളാഹ് നമ്മളോട് എത്ര കരുണയുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും അത്രേ, നമ്മൾ ചെയ്ത പാവം എടുത്തിടും. 18 വയസ്സിൽ, 19 വയസ്സിൽ, 20, 21, 22, 23, 24, 25, 26, 27, 28, 30, 32, 33, 34, 35, 36, 37, 38, 40, 45, 50, 60 വയസ്സ് വരെ ചെയ്ത ഓരോ വർഷം, ഈ വർഷം അടക്ക CD അള്ള എടുത്ത് അങ്ങോട്ട് ഇടും. എന്നിട്ട് ചോദിക്കും 1912 ചെയ്ത ഈ തെറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? 1923 ചെയ്ത തെറ്റ് ഓർമ്മയുണ്ടോ? 80 ചെയ്തത് ഓർമ്മയുണ്ടോ? 92 ചെയ്തത് ഓർമ്മയുണ്ടോ? 2010 ചെയ്തത് ഓർമ്മയുണ്ടോ? 2013 ചെയ്തത് ഓർമ്മയുണ്ടോ? അള്ളാഹുവിനോട് പറയും, പടച്ചവനെ ഞാനിതെല്ലാം ചെയ്തിട്ട് 2019 ഹജ്ജിന് പോയതാണല്ലോ. നീ പറഞ്ഞെല്ലാം അറഫായി പോയാൽ ഡിലീറ്റ് ആവുമെന്ന്. ഇതൊന്നും ഡിലീറ്റ് ആയില്ല, വൈറസും കയറിയിട്ടില്ലല്ലോ പടച്ചവനെ. പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, ഇത് ഫുൾ HD കളറാണല്ലോ. അല്ല 1910 അന്ന് ഇതുണ്ടോ പടച്ചവനെ? അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ റബ്ബേ? ഇതൊക്കെ ഇത്ര കളർഫുൾ. ഇതാണ് നമ്മൾ അല്ല ചോദിക്കണം. നീയല്ലേ ഈ പോകുന്നത്? ആ വീടിന്റെ ഇട സൈഡിലുള്ള ആ ചെറിയ ഇടവഴി കൂടെ രാത്രി 11:45 നീയല്ലേടാ പോന്നെ? രഹസ്യമായിട്ട് പോന്നെ? ആ തെങ്ങിന്റെ ചോട്ടി ഇരുന്നിട്ട് മുറുക്കാൻ പോലെ മറ്റേ അടിക്കുന്ന രംഗം നീയല്ലേ ഇത്? അല്ലോ, ആകെ ശരിയാണ്. ഇവനെ ഇതെല്ലാം നിഷേധിക്കാൻ പറ്റൂലല്ലോ. കൈക്കൂലി വാങ്ങുമ്പോൾ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കൈക്കൂലി വാങ്ങുമ്പോൾ ഇങ്ങനെ കാണിക്കും, അവിടെ വെച്ചിട്ട് പോയിക്കോളാം. അപ്പം ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നവരെ എടുത്തിട്ട് അടി ഇങ്ങനെ വെച്ചേക്കാം. ഇയാൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കും, അവനൊരു ടിഷ്യൂ പേപ്പർ എടുക്കും. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ സംഭവം ഓടി ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടാണ്. അതല്ലേ പൊക്കുന്നത്, അങ്ങനെയല്ലേ പൊക്കുന്നത്, അല്ലാതെ പൊക്കാൻ പറ്റൂലല്ലോ. കണ്ടുപിടിച്ചല്ലോ ഇത് സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അതാണ് സംഭവം. അള്ളാഹെ പേടിയില്ല, ഇതിനെ പേടിയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, തഅരിഫു ദൻബകദ അതഅരിഫു ദൻബകദ, ഈ പാവം നിനക്കറിയോ? ഈ പാവം നിനക്കറിയോ? കള്ളം പറയാൻ പറ്റൂല. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഇവിടെ പോലീസിന്റെ മുന്നിൽ കള്ളം പറയും, എസ്ഐയുടെ മുന്നിൽ കള്ളം പറയും. പക്ഷെ കള്ളം പറയാൻ പറ്റുമോ അവിടെ റബ്ബിന്റെ മുന്നില്? ഇതെല്ലാം കാണിച്ചു തരികയല്ല നമ്മുടെ മുന്നില് വ്യക്തമായിട്ട്. ഇതിനാ അല്ലാഹ് പറഞ്ഞത് ആ CD എടുക്കൂന്ന്, ആ CD എടുക്കൂന്ന്. അവൻ പറയുകയാണ്, ഐ റബ്ബിനം, പടച്ചവനെ അതേ ഞാൻ ചെയ്ത തെറ്റ് തന്നെ.
ഇദാ ഖററഹു ബിദുനൂബി, ആ പാവങ്ങളെല്ലാം അവന്റെ മനസ്സിൽ ഉറച്ചതായി അവൻ അംഗീകരിക്കുമ്പോൾ വറഅ ഫീ നഫ്സിഹി, അവൻ സ്വമേധയാ മനസ്സിലാക്കുകയാണ് അന്നഹു ഹലക, അല്ലാ ഞാൻ ചെയ്ത തൗബ വെറുതെയായി പോയല്ലോ, അല്ലാ ഞാൻ ചെയ്ത ഹജ്ജ് വെറുതെയായി പോയല്ലോ, എന്റെ ഉംറ വെറുതെ ആയി പോയല്ലോ, അല്ലാഹുവേ എന്റെ രാത്രിയുള്ള നമസ്കാരങ്ങളും എന്റെ ഇസ്തിഗ്ഫാറും എന്റെ തൗബയും വൃഥാവിലായല്ലോ അല്ലാ, ഞാനിതാ നരകവാസിയാകാൻ പോവുകയാണല്ലോ എന്നവൻ ഗദ്ഗദത്തോടെ ഖേദിച്ച് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയേണ്ട സമയമെടുക്കുമ്പോ ലോകത്തിന്റെ റബ്ബായ പടച്ചവൻ, കരുണയുടെ ഉടമസ്ഥനായ കരുണക്കടലായ ഉദാരനായ പടച്ചതമ്പുരാൻ അവന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, യാ അബ്ദീ സതർതുഹാ അലൈക ഫിദ്ദുനിയാ വഅന അഗ്ഫിറുഹാ ലകൽ യൗം, നിന്റെ ഈ തെറ്റ് ഞാൻ ദുനിയാവിൽ ജനങ്ങളെ കാണിക്കാതെ മറച്ചു വെച്ചവനാണ്, ഒളിപ്പിച്ചു വെച്ചവനാണ്. ജനങ്ങളുടെ മുന്നിൽ നീ നിന്ദ്യനാകാൻ പാടില്ല, നീ നിസാരനാകാൻ പാടില്ല, നികൃഷ്ടനാകാൻ പാടില്ല. അതുകൊണ്ട് നീ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇരുട്ടത്ത് ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, സാരമായി ചെയ്തത്, നിസാരമായി കണ്ട പാവം, സതർതുഹാ അലൈക ഫിദ്ദുനിയാ, ദുനിയാവിൽ ഞാൻ അത് മറച്ചു വെച്ചു ദാസാ, വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാനത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, പൊയ്ക്കോ, പേടിക്കേണ്ട, ആരും കണ്ടിട്ടില്ല, ഞാനും നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാഹ് അല്ല എത്ര കരുണയുള്ള, എന്നാലും അത് നമ്മളെ കാണിക്കാണ് പടച്ചവൻ. ചെയ്തല്ലടാ നീ, അതെ അല്ലാഹ് അവൻ മനസ്സിലാക്കി, ഞാൻ പോയി തീർന്നു, ഇത്ര നാൾ വാള് പറഞ്ഞ് നടന്നൊക്കെ വേസ്റ്റായി പോയി പടച്ചവനെ, കുടുങ്ങിപ്പോ അവസാനം അല്ലാഹ് പറയും പൊയ്ക്കോ പൊയ്ക്കോ, എല്ലാം പൊരുത്തപ്പെട്ട് വന്നു. ഓ അരങ്ങൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൽ പോയിട്ട് ആലോചിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ് ദ്വാരക്ക് കേട്ടോ, പൊട്ടിക്കറിഞ്ഞ് ദ്വാരക്ക്. എന്തായാലും അതൊരു നാണക്കേടായിരിക്കുമല്ലേ ഒന്ന് പരസ്യമായിട്ട് കാണിക്കുമ്പോൾ. നമുക്ക് തന്നെ അള്ളാഹ് അത്രയും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കാണ് നമ്മളെ കൊണ്ട്. എന്നിട്ട് അള്ളാഹു നമ്മൾക്ക് അവസാനം നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ആപ്പ മക്കളെ അടിച്ചിട്ട് നല്ല കിടന്ന് കരയും, പിന്നെ അവസാനം കൊണ്ടായിട്ട് ചോക്ലേറ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് ഉമ്മയൊക്കെ വെച്ച് പൊക്കി എടുത്ത് തടവി മോനെ മക്കളെ ആപ്പ അങ്ങനെ അന്നേരം ദേഷ്യം കൂടെ അടിച്ചാൽ ഇനി അങ്ങനെ ഇല്ല, പോട്ടെ കേട്ടോ, ഇനി അങ്ങനെ ചെയ്യല്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് 2 ചോക്ലേറ്റെല്ലാം കൊടുത്തിട്ട് എല്ലാം തടവി കൊണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത് പോലെ അവസാനം അല്ലാഹു തആല പറയാൻ അഗ്ഫിറുഹാ ലകൽ യൗം, എന്ന് നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് എന്ത് ചെയ്യും? അവന്റെ നന്മയുടെ ഗ്രന്ഥങ്ങൾ അവന്റെ വലത് കയ്യിൽ നൽകുമത്രേ. നപ്പിക്കോ, ആ ഫയൽ ഇങ്ങോട്ടെടുത്ത് നപ്പിക്കോ. അതാണ് ആ കിതാബ് കൊണ്ടുവന്ന് വായിക്കാൻ പറയും. ഇഖ്റാ കിതാബക്, ഈ പുസ്തകം നീ വായിക്ക്. കഫാ ബിറബ്ബികൽ യൗമ അലൈക ഹസീബാ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്നത്തെ ദിവസം നിന്നെ ശിക്ഷിക്കാൻ ഈ തെളിവ് എനിക്ക് മതി, കാരണം ഇതെല്ലാം ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒളി ക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരീക്ഷണം, നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നത് മനസ്സിലായോ? ഇതൊക്കെ അള്ളാഹും ഖുർആനിൽ പറഞ്ഞതാണ് സംഭവം. ഇതൊക്കെ നാളെ ഖബറിൽ വരും, അതാ രസം. അതുകൊണ്ട് നമുക്ക് ഖബറിൽ കൂട്ടുകാരനാകാൻ എന്ത് വേണം? നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടതിനു ശേഷം അവന്റെ നന്മകളിൽ നിന്നും അവന്റെ സാലിഹായ കർമ്മങ്ങളിൽ നിന്നും അവനോടൊപ്പം അവന്റെ ഖബറിൽ കൂട്ടുകാരനായി വരുന്നത് എന്തൊക്കെയാ? ആ ഖബറിലെ കൂട്ടുകാരൻ
മഹാന്മാർ ആരൊക്കെയാണ്? ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിച്ച ഇൽമ്, ആ ഇൽമിനെ അവൻ വ്യാപിപ്പിച്ചു കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ഓതിക്കൊടുക്കുകയും ചെയ്താൽ അത് ഖബറിൽ അവന് കൂട്ടുകാരനായി എത്തുമത്രേ. ഔ വലദൻ സാലിഹൻ തറകഹു, ഏ ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കി നാളെ ആഖിറത്തിലേക്ക് വേണ്ടി തന്റെ മക്കളെ നിങ്ങൾ വാർത്തെടുത്താൽ ഖബറിൽ പോയി സ്വസ്ഥമായി നിങ്ങൾക്കുറങ്ങാം. ആ മകന്റെ നന്മകൾ ഖബറിലേക്ക് കൂട്ടുകാരനായി എത്തുമത്രേ. ഔ മുസ്ഹഫൻ വറസഹു, ആരാണോ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് മദ്രസകളിൽ പഠിക്കുന്ന ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തികൾക്ക് അത് ഹദിയയായി സദഖയായി അനന്തര സ്വത്തായി നൽകുന്നതാരാണോ അതിന്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു ഒരു കൂട്ടുകാരനായി എത്തിച്ചു കൊടുക്കുമത്രേ. ഔ മസ്ജിദൻ ബനാ, ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്താൽ അത് കൂട്ടുകാരനായി ഖബറിലേക്ക് വരുമത്രേ. ഔ ബൈതൽ ലിബ്നി സബീൽ, വഴിയാത്രക്കാർക്ക് ഒരു ഇടത്താവളം ഉണ്ടാക്കി ഒരു ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുത്താൽ അതും അവർക്ക് കൂട്ടുകാരനായി ഖബറിൽ വരുമത്രേ. ഔ നഹ്റൻ അജ്റാബി, ആർക്കും വെള്ളം തടഞ്ഞു വെക്കരുതേ, തടഞ്ഞു വെക്കരുതേ. കുടിക്കാനും കുളിക്കാനും വെള്ളം ചോദിച്ച് നിന്റെ അരികിലേക്ക് വന്നാൽ ആരാണോ അവർക്ക് വെള്ളം കൊടുക്കുന്നത്, ആരാണോ അവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നത്, അതിന്റെ മിസ്ല് സവാബ് ഒരു കൂട്ടുകാരനായി ഖബറിലേക്ക് എത്തുമത്രേ. ഔ സദഖ അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി യൽഹഖുഹു ബഅദ മൗതിഹി ഫീ ഖബരിഹി ഔ കമാ ഖാല അലൈഹിസ്സലാം. അവന്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ, അവൻ ആരോഗ്യ ദൃഢഗാത്രനായ അവസ്ഥയിൽ സമ്പത്ത് കൊണ്ട് അവൻ അമ്മാനമാടുന്ന സമയത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം സാധുക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചോ. ആ സദഖകൾ അവന്റെ ഖബറിലേക്ക് കൂട്ടുകാരനായി മരണശേഷം എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 കാര്യമാണ്. ഇനി ഇത് വിശദീകരിക്കാൻ പോകണം. ഒരു പൊതുവെ 6 കാര്യം പറഞ്ഞ സംഭവം. ഇനി ഇതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് സംഭവം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബിഖബരിൻ, ഒരു ഖബറിന്റെ അരികിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോവുകയാണ്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ സാഹിബു ഹാദൽ ഖബരി, ആരാണ് ഈ ഖബറിലുള്ളത്? ആരുടെ ഖബറാണ്? അതാണ് റസൂലുള്ളാഹി നമ്മൾ ചോദിച്ചത്, ആരുടെ ഖബറാണ്? ഫഖാലൂ ഹാദാ ഖബർ ഫുലാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ പറഞ്ഞു, ഇത് ഇന്ന വ്യക്തിയുടെ ഖബറാണ് നബിയേ. അറിയാലോ സംഭവം, നാളുടെ ഖബറാണെന്ന് പറഞ്ഞു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലെ വ്യക്തിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, ഈ ഖബറാളിക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിച്ചാൽ ഈ അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ദുനിയാവിന്റെ സകലമാന സമ്പത്തുകളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. 2 റക്അത്ത്
അയാളെ വിട്ടിട്ട് പോയ കോടാനക്കോടി സമ്പത്തിനേക്കാൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 2 റക്അത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിന് അഭികാമ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം കബറിൽ കിടക്കുന്നവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുക്കും. ഹദീസിലുള്ളതാണ്, നീ റഅയ്തുക്കും തുഫ്തിനൂന ഫിൽ ഖുബൂർ, നിങ്ങൾ കബറിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബീന റസൂലുള്ളാഹി അത് നബിതങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്. നമുക്കൊന്നും അതില്ലല്ലോ സംഭവം. നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ വാളിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോദിക്കുന്നതിന് മുമ്പേ പൈസ തരും. ചോദിക്കേണ്ട അതിന് മുമ്പേ പൈസ ചുമ്മാ ഓഫീസ് റൂമൊക്കെ പണം കൊണ്ട് ഇങ്ങനെ നിറയും. ഇല്ല അവിടെ കടിച്ചു വെച്ചേക്കുന്നത് വാട്സപ്പിൽ വരുന്ന കണ്ടില്ലേ, ഓരോ റൂമിലൊക്കെ കെട്ട് കണക്കിനിരിക്കുന്നത് പോലെ അതേപോലെ വരുമായിരുന്നു. നമ്മളെ കാണിക്കൂലല്ലോ ഇത്, നമ്മളെ കാണിക്കൂല. നമ്മളത് ഗൈബിൽ നമ്മൾ മനസ്സിലാക്കണം, അദൃശ്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്താൻ 2 റക്അത്തിന്റെ സ്ഥാനം അതല്ലേ ആ ഖബറിൽ കിടക്കുന്നവർക്ക്. ഇപ്പൊ 2 റക്അത്തിന്റെ സവാബ് ഉണ്ടെങ്കിൽ അദ്ദേഹം ദുനിയാവിൽ കോടാനക്കോടികൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ അതായിരിക്കും ശ്രേഷ്ഠം. നബി റസൂൽ പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരൻ 2 റക്അത്ത് ഖബറിൽ ഒരു കൂട്ടുകാരനല്ലേ അല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദഖലൽ മയ്യിത്തു അൽ ഖബറ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ, ഒരു മയ്യത്ത് ഖബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഏത് മയ്യത്ത് ദുനിയാവിലെ നമസ്കാരവും ഇബാദത്തുമുള്ള ഒരു സാലിഹായ മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് ഖബറടക്കിയിട്ട് എല്ലാവരും പോകുമ്പോ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുമത്രേ. ഫയഖൂൽ, ഉടനെ ആ മയ്യത്ത് പറയുമത്രേ, ദഊനി ഉസല്ലി, എനിക്ക് നമസ്കരിക്കാൻ സമയമായി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. ഇബാദത്തുള്ള മനുഷ്യരെ, ചിലർക്ക് സുഖമില്ലാതെ കിടക്കുമല്ലോ, ഓർമ്മയില്ല. ഇബാദത്ത് നല്ല ഇബാദത്തുള്ള മനുഷ്യരാണ്, അവർക്ക് പെട്ടെന്ന് അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരിങ്ങനെ നിസ്കരിക്കുന്ന സമയം ലൊഹറായി അസറായി മഗ്രിബായി ആ വെള്ളമെട് അത് ഇപ്പോൾ നിസ്കരിക്കാം, പായെടുത്തിട്ട് നിസ്കരിക്കാം, വെറുതെ അവന് പുലമ്പിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ ഫിക്ർ അതാണ്, ചിന്ത അതാണ്. നിസ്കാരം ഇബാദത്ത് ആ ചിന്ത. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ എല്ലാം മൂടുമ്പോ മണ്ണൊക്കെ ഇട്ട് മൂടി പലകയൊക്കെ നിർത്തി കഴിയുമ്പോൾ ഒരു ഇരുട്ടാണല്ലോ. അപ്പോൾ ഈ മയ്യത്തിൽ അനുഭവപ്പെടും അത്രേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ. ഉടനെ അദ്ദേഹം പറയാണ്, ദഊനി ഉസല്ലി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. വലാകിന്നഹു ലാ സ്വലാത്ത അലൈഹി, പക്ഷേ അവിടെ അദ്ദേഹത്തിന് നമസ്കാരമില്ല. ഫയുഖാലു, അദ്ദേഹത്തോട് പറയപ്പെടുകയാ, യുസല്ലാ അലൈക വലാ തുസല്ലി അൽയൗം, നിങ്ങളുടെ മേൽ നമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ, ഇനിമേൽ നിങ്ങൾക്ക് നമസ്കാരമേ ഇല്ല. യുദ്ആ അലൈക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വലാ തദൂ, ഇനി നിങ്ങൾക്ക് ദുആയേ ഇല്ല. ദുനിയാവിൽ വെച്ച ദുആ നിസ്കാരവും മരിച്ചു കഴിഞ്ഞ് കബറിനകത്ത് കൊണ്ടുവച്ച് നിസ്കരിക്കാൻ എന്നെ അനുവദിക്കണേ. അത് ആ ദുനിയാവിൽ അവൻ സ്വാലിഹായ മനുഷ്യനായതിന്റെ പേരിൽ ആ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോ അവനൊരു കൂട്ടുകാരനായി ആ നമസ്കാരം എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്താലാണ് എന്നെ നമസ്കരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് പറയപ്പെടുന്നത്, നിങ്ങളുടെ നിസ്കാരമൊക്കെ തീർന്നു, ഇനി നിങ്ങൾക്ക് നിസ്കാരമില്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫി വഅക്രിം നുസുലഹു വവസിഅ മുദ്ഖലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇനി നിങ്ങൾ ദുആ ചെയ്യേണ്ടതും നമസ്കരിക്കേണ്ടതുമായ ആവശ്യമേ ഇല്ല. കൂട്ടുകാർ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ ആലിമായോ, അവൻ ഇൽമ പഠിച്ചോ, അവൻ എന്തിനു വേണ്ടിയാണ് ഇൽമ പഠിച്ചത്? ആ ഇൽമ പഠിച്ചിട്ട് അത് വ്യാപിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യും
ചെയ്യുകയും അത് തബ്ലീഗ് ചെയ്യുകയും അത് ദഅവത്ത് ചെയ്യുകയും ചെയ്താൽ, അത് തദ്രീസിലൂടെ, അത് ദർസിലൂടെ ജനങ്ങൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്താൽ, ആ പണ്ഡിതൻ ഖബറിലേക്ക് എത്തിയാൽ ആ പണ്ഡിതന്റെ കൂട്ടുകാരൻ അവൻ പഠിച്ച ഇൽമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിലെ കൂട്ടുകാരൻ, ഖബറിലെ കൂട്ടുകാരാര്? ഇൽമ പഠിച്ചാൽ. ഇപ്പൊ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കാസറ്റ് ആരെങ്കിലും ഒക്കെ കേട്ടാൽ അതിന്റെ സവാബ് ഖബറിലേക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ ആ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഉസ്താദ് മരിച്ചാൽ ആ കുട്ടി ഓതുന്നതനുസരിച്ച് അതിൻ്റെതായ സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. ഇൽമൻ അല്ലമഹു വനശറഹു. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്, ധർമ്മിഷ്ഠതയിൽ ഏറ്റവും വലിയ മഹോന്നതൻ ആരെന്ന് പഠിപ്പിച്ചു തരട്ടെയോ സ്വഹാബ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും. ആരാണ് ഉദാരൻ, ആരാണ് ധർമ്മിഷ്ഠൻ, ആരാണ് സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന വ്യക്തി, ആരാണെന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ അറിയിച്ചു തരാൻ ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുകയാണ്. ഉടനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അല്ലാഹു അജ്വദുൽ അജ്വാദ്, ഏറ്റവും വലിയ ഉത്തമനായ ധർമ്മിഷ്ഠൻ അല്ലാഹുവാണ്. അവൻ ഏറ്റവും, അവനല്ലേ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവൻ തന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പിടിച്ചു കൊടുക്കും. 1000 രൂപ ചോദിക്കുമ്പോൾ പിടിക്കും. അല്ലാഹ് ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹ് പിടിക്കാതെ ഹിസാബില്ലാതെയാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ ഹിസാബായിട്ടാണ് കൊടുക്കുക. നമ്മൾ പൈസ എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കിയിട്ടാ കൊടുക്കുക. എന്റെ സ്വഭാവം പറയുന്നത് നിങ്ങളുടെ അല്ല, എനിക്കറിയില്ല. അല്ലാഹുവല്ല, എല്ലാ ദിവസവും വാതിന്റെ എല്ലാം കൊടുത്താൽ പേഴ്സ് മൊത്തം കാലിയാവൂല്ലേ? സംഭവം നിറയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കത്തുമില്ലല്ലോ. അപ്പൊ അല്ലാഹ് ഹിസാബ് നോക്കാതെയാണ് നമുക്ക് തരുന്നത്. അല്ലാഹ് ഹിസാബ് നോക്കാതെ തരുമ്പോൾ നമ്മൾ ഹിസാബ് നോക്കി കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ ഉദാരനും ഔദാര്യവാനും ആരാണ്? ധർമ്മിഷ്ഠനാരാ? അല്ലാഹ്. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അന അജ്വദു ഉൽദി ആദം, ആദമിന്റെ മക്കളിൽ അല്ലാഹ്ക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ ഞാനത്രേ. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ എപ്പോ പോയാൽ എല്ലാവർക്കും അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹബീബായ തങ്ങളുടെ അങ്ങനെ കൊടുക്കണം ഹബീബേ, അൽഹംദുലില്ലാ, അങ്ങനെ വാരി കൊടുക്കാൻ. റമളാൻ മാസത്തിലൊക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അത്ഭുതപ്പെടും. നബി തങ്ങൾ ഇങ്ങനെ വാരി വാരി കൊടുക്കുന്ന കണ്ടിട്ട്. റമളാന്റെ മാസത്തില് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രയ്ക്ക് ഇങ്ങോട്ട് വാരി കൊടുക്കാൻ. അനജ്വദു ഉൽദി ആദം വഅജ്വദു മൻ ബഅദി. ഇനി ശ്രദ്ധിക്ക്. എനിക്ക് ശേഷം ആരാണ് ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണവർ? ഉത്തമരായ ധർമ്മിഷ്ഠർ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുൻ, ഒരു പുരുഷനാ, അലിമ ഇൽമാ, അവൻ ഇൽമ പഠിക്കുകയും ഫനശറഹു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വ്യാപിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ ഇൽമുകൾ കോടാനകോടി രൂപ സദഖകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ വെറുതെയല്ല ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്നത്. ഈ വിനീതന്റെ നാവിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഇൽമുകൾ, മൊഴിമുത്തുകൾ അത് നിങ്ങൾ പെറുക്കിയെടുക്കാൻ ആവേശത്തോടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഈ ഉലമാക്കളുണ്ടല്ലോ, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠരെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ധർമ്മിഷ്ഠൻ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇവരെ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദ, നാളെ ആഖിറത്തിൽ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു സമുദായം പോലെയാ, ഒരു സമുദായം പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താ?
ഉമ്മത്തൻ വാഹിദ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്കരിച്ച് ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു. ഒരു ഉമ്മത്ത് നന്നായി, ഒരു ആലിമ് നന്നായാൽ ഒരു ഉമ്മത്ത് നന്നാവും. ഒരു ഉമ്മത്ത് നന്നായി. ഈ ആലിം ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നാളെ ഒരു ഉമ്മത്തിനെ പോലെ ഇദ്ദേഹത്തെ നാളെ ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ആഖിറത്തിൽ കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം ഖബറിൽ കിടക്കുമ്പോൾ ഈ ഇൽമു ആ ഖബറിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് വരും. ആണ് ആലിമ്. കുറഞ്ഞ കാര്യമൊന്നുമല്ല. ആലിമിനുള്ള അള്ളാന്റെ കൂലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? من تعلم علما مما يبتغى به وجه الله أعطاه الله أجر 70 نبيا أو كما قال عليه السلام. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതി ആരൊരു പണ്ഡിതൻ, ഏതൊരു പണ്ഡിതൻ ഇൽമു പഠിക്കുന്നുവോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹു ആ പണ്ഡിതന് നൽകുമത്രേ. 70 നബിയ, 70 പ്രവാചകന്മാരുടെ സവാബ് അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ, അള്ളാഹു കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തട്ടെ. വിളിച്ചവനെ റബ്ബേ അല്ലാഹ്, ഇതൊക്കെ അള്ളാഹ് നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആഴത്തായിട്ട് ഖബറിൽ വരുമ്പോ കിടന്നുറങ്ങിയാൽ മതി. ഈ വാളൊക്കെ അവിടെ വരും. ആരൊക്കെ ഈ വാള് കേൾക്കുന്നു, ആരൊക്കെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇഖ്ലാസ് പോലെ അതൊക്കെ അവിടെ എത്തും. അൽഹംദുലില്ലാ. ഒരാൾ നന്നാവണം, മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വാള് പറയുമ്പോ അതൊക്കെ ആ ഖബറിലെത്തും. ആഴത്തായിട്ട് കിടന്നുറങ്ങാലോ. മുഖാത്തിൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാ, ഇദൻ തഹൽ മുഅ്മിനു ഇലാ ബാബിൽ ജന്ന, ഒരു സത്യവിശ്വാസി സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ ഫയുഖാലു, അവനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത ബിഅമലിക, നീ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണേ. മറിച്ച് വഇദൻ തഹൽ ആലിമു ഇലാ ബാബിൽ ജന്ന, ഒരു ആലിം, ഒരു പണ്ഡിതൻ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ മലക്കുകൾ വന്നവരോട് പറയുകയാണ്, ഖിഫ് അലാ ബാബിൽ ജന്ന, ദയവ് ചെയ്ത് ഈ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ ഒന്ന് നിൽക്കണേ. വഷ്ഫി ബിന്നാസ്, ഈ വഷ്ഫഅ ബിന്നാസ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്ത് അവരെയും കൂടി ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറ്റണേ. ആലിമിങ്ങളോട് നിക്കവിടെ പോലെ, പ്ലീസ് പ്ലീസ് പോലെ. ബാക്കി ആലിമല്ലാത്ത വ്യക്തി പോകുമ്പോ അവിടെ പറയും, നീ അമ്മൽ നിസ്കരിച്ചിട്ടുണ്ടോ, ബാത്ത് ചെയ്തിട്ടുണ്ടോ, അമൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടേ സ്വർഗത്തിൽ കയറ്. ഇല്ലേ, മാറിപ്പോ. ആലിമ്യങ്ങൾ വരുമ്പോൾ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവർ വരുമ്പോ പറയും, നീ പോലെ ആ പാവപ്പെട്ട രണ്ടുപേരെയും കൂടെ ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് പോ എന്ന് മലക്കള സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് പറയും അത്രേ. അല്ലാഹുവേ, ആ കുലത്തിലുള്ള പണ്ഡിതന്മാരാക്കി മാറ്റണേ അടച്ചവനെ. അങ്ങനെ ഒരു തൗഫീഖ് എനിക്ക് കിട്ടി. ഞങ്ങളെയൊക്കെ ഞാൻ അയറ്റ് അസീസാക്ക എപ്പോഴെ കൈവക്കി. പക്ഷെ അങ്ങനെയുള്ള പണ്ഡിതനാവുമ്പോൾ നിങ്ങൾ ദുആ ഇറക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. അല്ല ചുമ്മാ പ്രസംഗിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ രക്ഷപ്പെട്ട്. നിങ്ങളെയൊക്കെ ഞാൻ ചെയ്തോളാം. പള്ളിക്കുറ്റിക്കാരെ പ്രത്യേകം ആംബുലൻസ് തെളിവാണ് സംഭവം കിടക്കും. മനസ്സിലായില്ലേ? ഇൽമു അടിച്ച് അങ്ങനെ കുറഞ്ഞ കാര്യമാണോ? ഇൽമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണോ? ആലിമീങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട് കുറേ ആളുകൾ. ആലിമീങ്ങളോടെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വാട്സപ്പിൽ ഇതില് മറ്റേ ചുമ്മാ ഒന്നും പറയാൻ പറ്റൂല. ഹക്ക് പറയാൻ പറ്റൂലല്ലോ. ദീനിന്റെ കാര്യം പറയാൻ ആലിമീങ്ങൾക്ക് പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് അവർക്ക് റാഹത്തായിട്ട് മനസ്സ് തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ ദീൻ പറയാൻ കഴിയുന്നില്ലല്ലോ. ആരോ തടയുന്നത് പോലെ, ആരോ തടസ്സം പറയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചാ പറയുന്നത്. ശരിയാ, ഞാനും അങ്ങനെ തന്നെയല്ലേ. അല്ല, അങ്ങനെ പച്ചക്കും കാണാൻ പറയാൻ പറ്റുമോ? പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം ഫിത്നയും ഫസാദ്. അതേപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹെ കാണാൻ തൂർ സീനാ പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവണ്ണം കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച് കഷ്ടപ്പെട്ട് ആ ബനു ഇസ്രായേലുകളെ മുഴുവനും ഒപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗഹീദിന്റെ മക്കളാക്കി മാറ്റിയെടുത്ത് സംസ്കരിച്ചെടുത്ത് കൊണ്ടുവന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ സാമരിയുടെ നേതൃത്വത്തിൽ കാളക്കുട്ടിക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂത്തിന് കയറി ഒരു പിടിഞ്ഞു പിടിച്ച് ആര്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനെ ഏൽപ്പിച്ചിട്ട് അനിയനെ
ഏൽപ്പിച്ചിട്ട് പോയി മോനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ പോയി തുരുസിനെ പർവ്വതത്തിൽ പോയിട്ട് തൗറാത്ത് മേടിച്ചുകൊണ്ട് വരട്ടെ. പോയ തക്കം നോക്കി ഇവിടെ ഇടങ്ങറാക്കി കളഞ്ഞു മൊത്തം. കയറി ഒരു പിടി. നമ്മൾ അങ്ങനെയല്ല ദേഷ്യം പിടിക്കുമ്പോൾ കയറി പിടിക്കുന്ന പോലെ. ആര് മൂസ നബി അലൈഹി സ്വലാത്തു, ആരാ മൂസ എന്നറിയാം, ഒറ്റയടിക്ക് വിധിയൊക്കെ തട്ടിയ ആളാ അവന്റെ പേടിക്കാൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ഹാറൂനെ കയറി ഒറ്റപ്പിടി, താടിക്ക് കയറി ഒരു പിടിഞ്ഞു പിടിച്ച്. എന്താ നീ കാണിച്ചവിടെ, ഇത് കണ്ടില്ല നീ എന്നൊക്കെ. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن فرقت بين بني إسرائيل ولم ترقب قولي. പിന്നെ അഖി എൻ്റെ ഇക്ക താടിന്ന് കൈയെടുക്ക പ്ലീസ്, എടുക്ക, എന്നെ ഇടിക്ക് പിടിക്കല്ലേക്ക. ഞാനെങ്ങാണ് ഇക്ക ഇവരെടുത്തെങ്ങാണ് ഇത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരാധിക്കലെന്ന് പറഞ്ഞ ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിച്ച് പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നായിപ്പോ അത് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് സംഭവിച്ചത്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഹക്ക് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ അവിടെ എ ഗ്രൂപ്പ് കാണും, ബി ഗ്രൂപ്പ് ആണ്, സി കാണും, ബി പോസിറ്റീവ് കാണും, ബി പോസിറ്റീവ് കാണും, എ നെഗറ്റീവ് കാണും, ഒ നെഗറ്റീവ് കാണും. ഇവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ജുമാ അല്ല പറ്റുമോ? അല്ല ജുമാ കഴിയുന്നതിന് മുമ്പേ മുസ്ലിയാർക്ക് കത്ത് വരും റൂമിലേക്ക്, യാ അല്ലാഹ് മാസല്ലാം അടുത്ത ജുമാ വേറെ തൈക്കാവി പോയി നടത്തിക്കുക ഉസ്താദ് എന്ന് പറയാം. യാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, നോക്കും പിടിച്ച് പലിശക്കാരെ എന്ന് വന്നിട്ടുണ്ടോ, ഇന്ന് പലിശയില്ല, വിഷയം ഇന്ന് പലിശയല്ല, ഇന്നത്തെ വിഷയം സ്വർഗത്തിലേക്കുള്ള പാത. യാ അല്ലാഹ്. പുറത്തോട്ടൊക്കെ വെള്ളടിക്കാനും കാക്ക ഫ്രണ്ടിൽ വന്നിരിക്കും. ഇന്നല്ലേ സ്വർഗത്തിലെ മദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ദുനിയാവിലെ മദ്യം നമുക്ക് ഇന്നിവിടെ ചർച്ചയില്ല സംഭവം. കാരണം എന്താ, കാക്ക ഇരിപ്പുണ്ട്, ഹാൽക്കി പിടിച്ച് ഹൗലി തള്ളിയിടും, സംഭവം തീർന്ന്. മുസ്ലിയാർ പിന്നെ ചില ചന്ദനക്കുടം നടക്കുന്ന പള്ളികളിലൊക്കെ പോയി മുസ്ലിയാർ ചന്ദനക്കുടത്തെ പ്രസംഗിച്ചാൽ മിമ്പറിൽ നിന്ന് അതേപോലെ പഴയ കുഴിക്കാത്ത കൊണ്ട് ഇതാക്കും സംഭവം. ആരും ചോദിക്കാനില്ല. പട്ടച്ചാര അടിച്ചുകൊണ്ട് വന്ന് മൊയിലിയാരെ മിമ്പറിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയി ആര് ചോദിക്കാനാ? ഏത് കമ്മിറ്റിക്കാരൻ ചോദിക്കാനാണ്? വല്ലതും പറയാൻ പറ്റുമോ നമുക്ക് ആ ബീവെ? പിന്നെ ഇതേപോലെ വാളിന്റെ സദസ്സ് നമുക്ക് പറയാം. കാരണം എന്താ, അടുത്ത വർഷം നിങ്ങൾ വിളിക്കൂല, രക്ഷപ്പെട്ട് പിരിക്കണ്ടല്ലോ. റാഹത്ത ഇതുപോലെ ദീന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലോ. മിമ്പർ മെഹ്റാബുകളും അൽഹംദുലില്ലാ നല്ല അതേപോലെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള മഹല്ലുകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മണക്കാട് പള്ളി അൽഹംദുലില്ലാ ആ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ അവർ പറയും, ഉസ്താദ് ഹക്ക് പറഞ്ഞോ, ദീന്റെ കാര്യം പറഞ്ഞോ, ഖുർആൻ പറഞ്ഞോ, ഹദീസ് പറഞ്ഞോ, നമുക്ക് അതിനകത്തൊന്നും യാതൊരു സംശയമില്ല, വിഷമവുമില്ല, പ്രയാസമില്ല. ഉസ്താദ് സധൈര്യം പറഞ്ഞോളി. അൽഹംദുലില്ലാ അങ്ങനെ പറയാൻ പറ്റും. ചങ്കൂറ്റുള്ള 10 കമ്മിറ്റിക്കാരെ കിട്ടിയാലേ അൽഹംദുലില്ലാ നമ്മളങ്ങോട്ട് പൊളിക്കൂലേ. അതല്ലേ വേണ്ടത്. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റൂല. സംഭവം എന്താ, കമ്മിറ്റിയിലെ മെയിൻ സാധനം മറ്റേതിൻ്റെ ആളാ. പിന്നെ അങ്ങനെ അത് പറയാൻ പറ്റുമോ വലിയവർക്ക്? ഇത് പറയാം, അവരെ നോക്കണം, ഇവരെ നോക്കണം, അങ്ങോട്ടും നോക്കണം, ഇങ്ങോട്ടും നോക്കണം, എന്തെല്ലാം നോക്കണം. എന്നിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വാതിലൂടെ കാശ് കിട്ടുമെന്ന് പറയാം. നീ പഠിച്ച കിതാബ് എന്നല്ലേ ഞാനും പഠിച്ചത്, നിനക്ക് വാത് പറഞ്ഞൂടെ? നമ്മൾ പറയും മൂസാ നബിയുടെ തൗറാത്തൊന്നും അല്ലല്ലോ പഠിച്ചത്, ഈ ഉലിയാർ പഠിച്ച കിതാബ് തന്നെ നമ്മളും പഠിച്ചത്. പിന്നെ നിനക്കെന്താ പറഞ്ഞാൽ പറയാനൊരു ചങ്കൂറ്റമാണ്, ധൈര്യമായിട്ട് പറയണം. അള്ളാഹ് സഹായിക്കും. നമ്മളാരെ പഠിക്കാൻ? മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മക്കൾ പറഞ്ഞു, മരിക്കാറായ സമയത്ത് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലൈക ബിത്തഖ്വല്ലാഹി വതഅത്തില്ലാഹ് വലാ തഖഫ് അഹദൻ ഇസ്വല്ലാഹ് വലാ തഖഫ് അഹദൻ. അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ ഒരു മനുഷ്യനെ, ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട, പിടിച്ചോളാൻ പറഞ്ഞു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല ഉന്നിയയിലുള്ളതാ, മുഖദ്ദിമത്തുൽ ഉന്നിയയിലുള്ള സംഭവമാണ്. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു കിതാബില് ആരെയും ഭയപ്പെടണ്ട, അല്ലാഹ് അല്ലാതെ ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് നീ അല്ലാഹെ ഭയപ്പെട്ട് ജീവിച്ചോ. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല ഉപദേശമാണ്. നമ്മൾ അല്ലാഹെ ഭയപ്പെട്ട പോരെ, അല്ലാഹ് നമ്മളെ സംരക്ഷിക്കും. നമുക്ക് അല്ലാഹെ ഭയം ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഇന്ന് നടക്കുന്ന 4 കാര്യങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഉലമാക്കൾ നല്ലവർ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലവർ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ. 4 സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന 4 സംഭവം. അതിന്റെ കാരണങ്ങൾ എന്താ? ഈ ഒരു ഹദീസ് മാത്രം മതി, അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി ഇതിന്റെ 2ാം ഭാഗം എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. അല്ല കവറിലെ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നുമല്ല ഇന്ന് നാളെ മറ്റന്നാളൊന്നും പറഞ്ഞാൽ തീരുവല്ല സംഭവം. ഒരൊറ്റ ഹദീസ് കേട്ടോളി. ഉസ്താദന്മാരെ ഉലമാക്കളെയൊക്കെ എതിർക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട, വിട്ടേരുന്ന്. ഈ പണിക്കൊന്നും നമ്മൾ പോട്ടെ, നമ്മൾ എന്തിനാ എതിർക്കാനൊക്കെ പോകുന്നത്? അവരുടെ കാര്യം ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് തമ്മിലടിച്ച് മൊത്തം എല്ലാം 2 ഗ്രൂപ്പായി, മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാവരും അടിയോടടി. ഒന്നും പറയാനേ വയ്യ. എല്ലാം അടിച്ച് വള്ളിക്കകത്ത് കിടന്ന് അടിയാൽ എങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാകും? എന്താ കേട്ടോ ഒരു ഹദീസ് കേട്ടോ. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയെങ്കിലും നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. പള്ളിക്കുള്ളിൽ ഇത്രയും പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാ. പിന്നെ ഈ ലൈവിൽ കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. ഓർത്തുള്ളി
വേറെ ആരുമല്ല. ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ, നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന ഒരൊറ്റ നിലയിലാണ്. അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ, ഉലമാക്കൾ, ആലിമീങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കും, അള്ളാഹയെ ഭയപ്പെട്ട് ജീവിക്കും. നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇതൊക്കെ നബിയുടെ റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കാതെ പോയി, അതാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അബ്ഗളൽ മുസ്ലിമൂന ഉലമാഅഹും വഅൽഹറൂ മവാഖീത അസ്വാഖിഹിം وتناكحوا على جمع الدراهم وأظهروا عمارة أسواقهم وتناكحوا على جمع الدراهم رماهم الله بأربع خصال أو كما قال رسول الله. എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച അർത്ഥം പറയാൻ പോവാണ്. ഉറങ്ങുന്നവരെ തട്ടിക്കോ, ആരും ഉറങ്ങുന്നില്ല, എല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. ഉറക്കം വന്ന മുങ്ങിയൻ എല്ലാവരും എഴുന്നേറ്റ് പോയെന്നെ. ഇല്ല, ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം. മുസ്ലിമീങ്ങള് ഉലമാക്കളെ വെറുത്താൽ, ഉണ്ടോ? മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താലെന്നാ, മറ്റുള്ളവരല്ല. നല്ലപോലെ മനസ്സിലാക്കണം. മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ പൊങ്കാലയിടുന്നത്? ആണോ? ഇല്ലേ? അല്ലേ? മുസ്ലിങ്ങളല്ലേ? ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പൊങ്കാലയിടുന്ന ആരാ? മറ്റുള്ള മതക്കാരെ നമ്മൾ പറയേണ്ട, കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ സാധു, ഒരു പാവം. അവർ തന്നെ ചോദിക്കുക, എന്തിനാ നിങ്ങളുടെ പല്ലൂത്തി നിങ്ങൾ മണപ്പിക്കുന്നത്, എന്തിനാണെന്ന് അവർ തന്നെ ചോദിക്കണം. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണിത്, ഞാൻ വെറുതെ പറയല്ലോ. ചിന്തിക്കൂ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മുസ്തദറക്ക് ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ്, മനസ്സിലാക്കി, വെറുതെ പറഞ്ഞ വാക്കല്ല ഇത്. മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം പുലർത്തിയാൽ, അവരോട് പ്രകോപനം കാട്ടിയാൽ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ, അവരെ ചൊടിപ്പിച്ചാൽ, അവരെ വെറുപ്പിച്ചാൽ, ഉസ്താദന്മാരോട് ദേഷ്യം പറയാ, അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അവരുടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്തുക. രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ. അത് എന്തിന് പരസ്യപ്പെടുത്തണം? എനിക്കതാണ് ചോദ്യം. അള്ള പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന്. നീ അള്ളാഹെക്കാളും വലിയ ആളാവാ നിൽക്കുക. നിന്നെയും അള്ള ഇതേപോലെ പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് നിന്റെ റൂഹിനെ അള്ളാഹു തആല എടുക്കുള്ളൂ. മനസ്സിലാക്കണം നമ്മൾ. ആയിക്കോട്ടെ, തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് ചെയ്തു, അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാമല്ലോ. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ, അതല്ലേ വേണ്ടു. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ. ഈ പരസ്യാക്കണോ? അവരെ ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട്, മീഡിയകളിൽ വിട്ട്, ഇങ്ങനെ നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം? എത്ര അമുസ്ലിമീങ്ങൾ അറിഞ്ഞു? എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ച, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ന്യൂനതകൾ എത്രയിടത്ത് അറിയാത്തവർ പോലും അറിഞ്ഞില്ലേ? നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ ഉടനെ അത് കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ മറ്റുള്ളവനെ കൊടുക്കില്ലേ? ഇല്ല. മുസ്ലിം ഉമ്മത്ത് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് പാടില്ല. അതാരെയും തേജോവധം ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യൻ. നമ്മൾ മുസ്ലിം ആണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ആരാ ഹബീബെ ഇവിടെ മാന്യൻ, ആരാ ഇവിടെ നല്ലവൻ? ഓരോരുത്തരുടെ വ്യക്തിപരമായ ന്യൂനതകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര വലിയ തെറ്റുകളാണ്. അതല്ല റഹമുർ-റഹീമായ തമ്പുരാൻ മറച്ചു വെക്കുമ്പോ നമ്മൾ ഒരു രഹസ്യം ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അതിങ്ങനെ പരസ്യപ്പെടുത്തി നാണം കെടുത്താൻ എനിക്കെന്ത് അവകാശം ഈ ഭൂലോകത്ത്? എനിക്കെന്ത് അവകാശം? നമ്മളെ നാണം കെടുത്താനും ഇസ്സത്തിൽ അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്, ഒരു വ്യക്തികൾക്കുമില്ല. ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തന്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ്, തന്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിന് മുമ്പ് അവൻ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അള്ളാഹു അവനെ വലിച്ചിഴച്ച് നടു റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. എന്തിനാ നാണം കെടാൻ പോകണം? എന്തിനു പോകണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഹദീസൊക്കെ അല്ല ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് എന്തിനാ ഈ കിടന്ന് പൊങ്കാലയിടാൻ പോണത്? ആരെയും ഖലാസ്
ഔലിയാവണമെങ്കിൽ അതേ പറ്റുള്ളൂ, വലിയ ആവണമെങ്കിൽ അതേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ള അമല് മൊത്തം പോകും. ഇദാ ബഗദൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം വെച്ചാൽ, അവരോട് ദേഷ്യം ഉണ്ടായാൽ, അവരെ വെറുപ്പിച്ചാൽ, വഅൽഹറൂ ഇമാറത അസ്വാഖിഹിം, ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ, പള്ളികളിൽ പോയാലും മദ്രസയിൽ പോയാലും വാളിന് വന്നാലും ഏത് മജ്‌ലിസിൽ പോയാലും, അളിയ എന്നത് കച്ചവടം പോയ അളിയ നീ അറിഞ്ഞില്ലേ മറ്റേ അവിടെ പോയത്, അവൾ ഒളിച്ചോടിയത്, അവൻ കൊണ്ടുപോയത്, ബൈക്കിൽ ഞാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ്, അവിടെ മൊത്തം പ്രശ്നമാണ്. ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങള് പരസ്യമായി ചർവിത ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ, പള്ളിയിലും മൊത്തം ഇത് തന്നെയല്ലേ പരിപാടി ഹബീബേ? പള്ളിയിൽ ഹൗസിന്റെ കരയിൽ ഓതൊടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ചകൾ മൊത്തം അല്ലേ? അവന്റെ ആരാന്റെ കാര്യം ഏതാന്റെ കാര്യം, സുബൈക്ക് വരുന്നത് റസാക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് ഇട്ട്, ഞാൻ സുബൈ നിസ്കരിച്ചിട്ട് പറയാം, അതിന് മുമ്പ് പറഞ്ഞ ശരിയാവത്തില്ല അളിയ. അതെന്താടാ? അല്ല സുബൈ നിസ്കരിച്ചിട്ട് പറഞ്ഞാൽ ആ സുബൈയും കൂടി ഇവന് കിട്ടുള്ളൂ. അതുകൊണ്ട് ആള് നല്ല കാര്യം ആള് പറഞ്ഞത്, സുബൈ നിസ്കരിച്ചെങ്കിലല്ലേ അതുകൂടെ കിട്ടുള്ളൂ. പറയണ്ടേ? രാവിലെ വരുന്നതാണ്, ചോർട്ടോടിച്ചോട്ട് വലിയ പോലെ വാ ഒരു വീട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാന്ന്, കട്ടൻ മേടിച്ച് അവൻ്റെ കടം വാങ്ങിയിട്ട് ഇന്നലെ 3 മണിക്ക് അവിടെ നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുക. അടുത്ത കട്ടോളി ഇതൊക്കെ മുസ്ലിങ്ങളുടെ സ്വഭാവമാണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സമ്പത്തിന് വേണ്ടി നിക്കാഹ് ചെയ്യപ്പെടുമ്പോൾ, കല്യാണവും വിവാഹമാമാങ്കവും സമ്പത്തിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹ് എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ, റമാഹുമുല്ലാഹു ബിഅർബഇ ഖിസാൽ, 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമത്രേ. 3 കാര്യം എന്തൊക്കെയാ? 1, ഉലമാക്കളെ ചീത്ത വിളി അപമാനിക്കുക. 2, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്കുക. 3, ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടത്താണ്. കല്യാണം ഫുലൂസ്. എന്താ കല്യാണം? മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം എന്താ? ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം കണ്ട് 15 കിലോ സ്വർണം. ചുമ്മാ 15 കിലോ പച്ചരി വാങ്ങുന്ന പോലെ 15 കിലോ സ്വർണം. വേറെ അടുത്ത് 200 കിലോ സ്വർണം. ഓ വലിയ കാര്യം. ചെരുപ്പും ബ്രൈസറും അല്ല സ്വർണത്തിന്റെ. അല്ല സ്വർണത്തിന്റെ അല്ല, അവന്റെ വേറെ എന്തായാലും പറയുക. ഇതൊക്കെ സ്വർണത്തിന്റെ സംഭവം. ഇനി അവന്റെ കയ്യിൽ ഒരു പ്ലെയറും കൊടുക്കണം ഇതൊക്കെ ഊരിയെടുക്കണമെങ്കിലേ. ഇതൊക്കെ പിന്നെ അല്ലാതെ കണ്ട് വേറെ എന്താ പറയാനല്ലാതെ ആ സംഭവം. ഇതൊക്കെ അങ്ങനെയാണ്. കാലങ്ങളൊക്കെ പോയ പോക്കെ. അതുവരെ കാണിക്കല്ല അബീവേ, അതുവരെ കാണിക്കല്ല. ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമാക്കി വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ. ഇങ്ങനെ വെച്ചോ എന്നാ വെച്ചിട്ട് വജ്രം തിളങ്ങാണ്, ഇങ്ങനെ തിളങ്ങാണ് സംഭവം. എന്താ ഇത് സംഭവം? മുസ്ലിങ്ങളുടെ കല്യാണമല്ലേ ഈ കൂടുതലും ഈ ആഡംബരം. 100 കോടി 200 കോടി എന്താ ഇപ്പൊ കോടിക്ക്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരുത്തൻ അനാവശ്യമായി പണം, വീടിലാകട്ടെ കല്യാണത്തിനാകട്ടെ അനാവശ്യമായി ഒരു പണം ചെലവാക്കിയാൽ അവന്റെ പണം ഹറാമിന്റെ പണമാണ്. ആരാ പറഞ്ഞത്? മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ വിശ്വസിക്കുമല്ലോ? മഹാനവർ പറഞ്ഞ വാക്കാണത്. ആഡംബര കല്യാണത്തിന് വേണ്ടി, ആഡംബര വീടുകൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ വാരിച്ചെലവ് ചെയ്താൽ അവന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്. ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല, കളിക്കുകയില്ല. ഇല്ല ഇല്ല. മൊയ്തീൻ ശൈഖ് തന്നെ പറഞ്ഞ വാക്കാണിത്. ഈ കളി അത് തന്നെയാണ്. എല്ലാവരും വെള്ളത്തിൽ മുങ്ങി, മലയിടിഞ്ഞു വീണ്, വീടില്ല, തിന്നാന് ഭക്ഷണമില്ല, കുടിക്കാന് വെള്ളമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ആനയിലും ഒട്ടകത്തിലും കുതിര സവാരിയും ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാങ്ങ നടത്തുകയാണ്. ഇവന്റെ ഹബീബല്ലേ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത്? അപ്പൊ ഈ പരിശുദ്ധ ഖുർആനെ ഹദീസിനെ ഈ മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? പിന്നെ എങ്ങനെ ഹബീബെ മോഡി അധികാരത്തിൽ വരാത്തത്, അമിത്ഷാ അധികാരത്തിൽ വരാത്തത്? എങ്ങനെയാണ് ഹബീബെ ഇവര് നമ്മളെ പേടിപ്പിക്കാത്ത? NRC എന്നും പറഞ്ഞ് ഇന്നൊക്കെ ഓടിക്കാണ്. ഓടേണ്ടി വരും മക്കളെ, ഓടേണ്ടി വരും. അന്ന് നീ കുൽഹു അല്ലാഹ് ഓത്, നിന്റെ കുൽഹു അല്ലാഹിക്ക് ഒരു സ്ഥാനം കാണൂല. ഫാത്തിഹ ഓതാൻ വരും ഓടിക്കാതിരിക്കാൻ വേണ്ടിട്ട്.
നീ ഹത്ത ഓതിയാലും നിന്നെ ഇവിടെ നിർത്തൂലല്ലോ, നോക്കിക്കോ. ഹത്ത ഓതിയാലും നിർത്തൂല. ചിന്തിക്കണം നമ്മൾ, മനസ്സിലാക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മളെ ഇങ്ങനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത്? അവരെ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, പറ്റൂല. ഇത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാനീ പറയുന്നത്. നമ്മളൊന്നും അവരെ ഭരണകൂടത്തെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല. അത് അവരുടെ ശൈലി അങ്ങനെയാണ്, നമ്മളൊന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ചിന്തിക്ക്, സ്വന്തമായിട്ട് ഒരു സ്കാൻ ചെയ്. 4 കാരണങ്ങൾ. ഈ 3 കാര്യം സംഭവിച്ചാൽ 4 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. നബിഗുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വിവാഹ മാമാങ്കം ഏറ്റവും കൂടുതൽ ആരാ? മുസ്ലിങ്ങളല്ലേ? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഞാൻ കാസർഗോഡ് പോയും പ്രസംഗിക്കുന്നതിനെതിരെ. എന്തായാലും പ്രസംഗിച്ചിട്ട് എന്ത് ഇഷ്ടം പറയാ, അമ്മ അടുത്ത് വേറെ ഒരു ഇതുമില്ല. അപ്പൊ നമ്മൾ വേണേൽ വണ്ടി അവിടെ ഇട്ട് ആ പൂത്തിരി എല്ലാം പൊട്ടിക്കുന്നത് കണ്ടിട്ട് വേണമെങ്കിൽ പോകാം. ഉസ്താദ് വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോളെ. ഉസ്താദ് നല്ല മാങ്ങുള്ള മാമാങ്ക ഉസ്താദ്, നിങ്ങൾ കുറച്ച് നല്ല നോക്കി ഉസ്താദ്, അല്ല ജോറിലുണ്ട് ഉസ്താദ്, നോക്കി ഉസ്താദ് എന്ന് പറയും. കണ്ടിട്ട് വന്നെ നോക്കിക്കോളാൻ പറയുന്നത്. കണ്ടിട്ട് കല്യാണം മാമാങ്ക കാസർഗോട്ടുകാർക്ക് കാണുന്നുണ്ടാ, എന്നെ ഇനി അവിടെ കയറ്റുമോ എന്തോ. കുഴപ്പമില്ല, അവർക്ക് നമ്മളോട് ഒരു മുഹബത്ത്. അതൊക്കെ പറഞ്ഞു അവരുടെ നാട്ടിൽ പോയി ഞാൻ പറയല്ലോ ഇത് സംഭവം. അതല്ലേ ഈ ലൈവ് ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റൂല സംഭവം. മനസ്സിലായി? ശരിയല്ല, അങ്ങനെയല്ലേ പറയാ? പാവപ്പെട്ടവരാ, ഭയങ്കര സ്നേഹമുള്ളവർ, ഉലമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര മഹബത്തുള്ളവരാണ്. പക്ഷേ ഈ കല്യാണം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഇതൊക്കെ അത് വന്നിപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിൽ, തെക്കൻ കേരളത്തിലും ആയിപ്പോയി. വലിയ രസമോ. തെക്കൻ കേരളത്തിൽ ഇട സമയത്ത് നടന്ന കല്യാണം 15 കിലോ സ്വർണ്ണം. ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോൾ ഇതൊക്കെ? 15 കിലോ സ്വർണ്ണോ? ഈ പെണ്ണ് എവിടെ കൊണ്ട് തൂക്കിയിടും സംഭവം എല്ലാം കൂടെ? എന്താ ഇത്? 30,000 രൂപ വില. ഒരു പവൻ സ്വർണത്തിന് 30,000 രൂപ വിലയാണ്. ഈ 30,000 രൂപ വില, അള്ളാഹു ഇത് എവിടെ, എങ്ങനെ ഇത് സംഭവിക്കും, എങ്ങനെ കിട്ടും, ചിന്തിക്കാനേ കഴിയുന്നില്ല. അല്ലാഹ് പഠിച്ചവനെ, 4 കാര്യങ്ങളുണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചാൽ. ചില ആൾക്കാർ പറയും, ഞങ്ങൾ സ്ത്രീധനൊന്നും ചോദിക്കില്ല ഉസ്താദേ, ഞങ്ങൾ നമുക്ക് ആ പരിപാടിയില്ല. വലിയ ദീനിൻ്റെ ആളുകാർ, വലിയ ആചാര്യ മക്കളൊക്കെ ആയിരിക്കും, വലിയ ആചാര്യ മക്കൾ ദീനൊന്നും ചോദിക്കും. നമ്മൾ ശരിക്കും ഉണ്ടാവും. അതൊക്കെ ആചാര്യ മക്കൾ, അത് മാതൃകയാണ്. കണ്ടില്ലേ? അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ മൊത്തം ഒരു മൂട് മോളേ ഉള്ളു, 90 കോടിയുടെ ആസ്തിയുണ്ട്. അവിടെ പോയിട്ട് പേശേണ്ട കാര്യമുണ്ടോ ആചാര്യ? പേശേണ്ട കാര്യമുണ്ടോ? ആവശ്യമുണ്ടോ? കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീനയുടെ പേർക്കാണുള്ളത്. ഞാൻ ചോദിച്ചിട്ടില്ല. അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ. അവരുടെ മോക്ക് കായലും എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനു ചോദിക്കുന്നത്? ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനു ചോദിക്കണോ? നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത്, പിന്നെ എന്തിനു ചോദിക്കണോ? അതാണ് ഇപ്പൊ പുതിയ ബുഡായിപ്പ സിസ്റ്റം. എല്ലാം ദീൻ പറയാൻ ഉഷാറാണ്, പറയാനല്ലേ ഉഷാറാണ്. ഞാൻ പല ആജിയാക്കവരെ വിളിച്ച്, എന്താ അബീബ നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യാനാ ഉസ്താദെ, എനിക്കൊരു നിയന്ത്രണമില്ല ഉസ്താദെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഉസ്താദെ. പിന്നെ എന്നാത്തിനാ അവനെ ഉണ്ടാക്കാൻ പോയത്? ഞാൻ ചോദിച്ചു മതിയല്ല, അത് ആണമില്ല ഇവനെ ഉണ്ടാക്കിയിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം. ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്ന ആൾ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയാൻ ചുമ്മാ തൊപ്പിയും താടിയും വെച്ചിട്ട് അള്ളാന്റെ മുന്നിൽ സമാധാനം പറയണ്ടേ? 4 കാരണങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും അത്രേ. 1 ബിൽ ഖഹതി മിനസ് സമാൻ, സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും അത്രേ. ഉണ്ടോ സാമ്പത്തിക മാന്ദ്യാണോ? ഹദീസാ, നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് കേട്ടോ, നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, മനസ്സിലാക്കണം. നല്ലപോലെ ചിന്തിക്കുക സുഹൃത്തുക്കളെ. അധികാരികളുടെ ഭാഗത്ത് നിന്ന് അക്രമമുണ്ടാകുമത്രേ. സുൽത്താൻ ആരാ? അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും. നമുക്ക് സമാധാനവും സ്വൈര്യവും ഒന്നും കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടല്ലേ. അല്ലാഹു റസൂൽ പറഞ്ഞ ഇത് കാരണക്കാരൻ മുസൽമാൻ നീ തന്നെയാണ്. 3 വൽ ഖിയാനതി മിൻ ഉലാത്തിൽ അഹ്കാം, ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ശരിയാണോ? ആ പാവം പിടിച്ച മദനിയിട്ട് ഇടങ്ങറാക്കുന്ന രംഗം. ആ ചങ്ങാതി എന്ത് ത്യാഗം, എന്ത് തെറ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അബീവേ, ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ?
കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം. അതുപോലും 4 മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം, വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം. കണ്ട് വർഷം 10 ആയില്ലേ? 10 വർഷം തമിഴ്നാട്ടിലും 10 വർഷം കോയമ്പത്തൂരിലും. പാപം, എന്തായി അവസ്ഥ? ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ച വ്യക്തിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക അബീവേ. നമ്മൾ ആരുടെ ഏത് നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും, ഹൈക്കോടതി എടുത്ത് പോകും, സുപ്രീം കോടതി. എവിടുന്ന് സമാധാനം കിട്ടാൻ? നീതിമാന്മാരായ ജഡ്ജിമാർ നമുക്ക് അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല. വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. വൽ ഖിയാനത്ത് മിൻ വുലാത്തിൽ അഹ്കാം. 4ാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടുറോഡിലിട്ട് തല്ലിച്ചതയ്ക്കുമത്രേ, ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല. ശരിയാണോ? ഈ 4 കാര്യം ഞാൻ പറഞ്ഞു, ശരിയോ തെറ്റോ? ഇന്ന് നടക്കുന്ന സംഭവമാണോ? ശരിയോ തെറ്റോ അബീവേ പറ. അല്ലാഹു റസൂൽ പറഞ്ഞ മുസ്തദറക് ഹാക്കിം അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. കാരണം 3 ഉസ്താദന്മാർ ഉലമാക്കളോടുള്ള വിരോധം. ഉലമാക്കൾ ശരി തന്നെ, ഞാനിപ്പോ പറഞ്ഞ സാധാരണക്കാരെന്ന് മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ഈ ഗ്രൂപ്പുകാർ ചീത്ത വിളിക്കുന്നു, ഈ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ആ ഗ്രൂപ്പുകാർ ചീത്ത വിളിക്കുന്നു, ഇപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കളെ അപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു, അപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കളെ ഇപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു. ചീത്തവിളി ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയലില്ല. അവൻ്റെ കൂടെ കൂടരുത്, അവൻ പഴച്ചവൻ കാവർ കള്ള ഹമക്ക് ഹിമാർ അവൻ്റെ കൂടെ കൂടിയാൽ നീയും പഴിച്ച്. ഈ പാതിരാ സമയത്ത് ഈ സാധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊന്നിരുന്ന് വലിയ ക്ലിപ്പ് വിട്ടിട്ട് അവന് മൂത്രമൊഴിക്കാൻ പോയത് അതെല്ലാം എടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ പഠിപ്പിക്കാൻ ഇതിന് ഉലമാക്കൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ്. ഇവിടെ പലിശ, കഞ്ചാവ്, കൊച്ചുകുട്ടികളുടെ കഞ്ചാവിന് അടിമയാണ്. കൊച്ചുകുട്ടികളുടെ ഏതെങ്കിലും ഒരു മുസ്ലിയാക്കന്മാർ, ഏതെങ്കിലും ഒരു സംഘടനകള് ഈ കഞ്ചാവിനെതിരെ, ഈ മദ്യത്തിനെതിരെ, കൊച്ചുകുട്ടികള് വിഷമം വരും നമുക്ക്. വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ കുത്തിക്കൊല. ഈ അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ്. ഇതിനകത്ത് പറയാം, ഇതിരിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ, ഒരു ഡോക്ടർ എന്നോട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ നൗദുബില്ല, എനിക്കത് കേൾക്കാൻ തന്നെ, എനിക്കത് പറയാൻ തന്നെ പറ്റൂല. അത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ ബീവേ? അത്രയ്ക്കും ക്രൂരത നടക്കുന്നു. സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു. ഉസ്താദന്മാർ ചോദിക്കുന്നു, എന്താ പരിഹാരം? ഞങ്ങളെ കൊന്നുകളയും അയാൾ. വാപ്പയെയും ഭാര്യയും മകളെയും ഭാര്യയും കൊന്നുകളയും. എന്താണ് പരിഹാരം? എന്ത് ചെയ്യാൻ? തൂങ്ങിച്ചാവാൻ വേണ്ടി മകള് പോയി പല പ്രാവശ്യവും. എന്ത് ചെയ്യാൻ? നമ്മൾ ചിന്തിക്കണം. ഇതിനെതിരെ ഒരു പ്രചോദനം. ഈ ഉമ്മത്ത് പിഴച്ചു പോകുന്നു, ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നു. ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാന്റെ റസൂൽ വന്നത്, ഉലമാക്കൾ വന്നത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ പിൻഗാമികളായി, അനന്തരാവകാശികളായി ഈ ഉലമാക്കൾ രംഗത്തേക്ക് വന്നിട്ട് ഈ പിഴച്ചു പോകുന്ന സമൂഹത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഗ്രൂപ്പിസം വളർത്തി അവന് സലാം പറയരുത്, ഇവന് സലാം പറയരുത്, അവനെ അംഗീകരിക്കരുത്, ഇവനെ അംഗീകരിക്കരുത്, അവന്റെ കൂടെ കൂടരുത്, ഇവന്റെ കൂടെ കൂടരുത്. മുസ്ലിം ഉമ്മത്ത് തലക്കെട്ടും കെട്ടി ദാടിയും വെച്ച് ജുബ്ബയിട്ടിട്ട് പരസ്പരം പള്ളിയിലും മർക്കസിലും കിടന്ന് അടിയും വഴക്കും ഉണ്ടാക്കി കുത്തിനു പിടിച്ചിട്ട് തെറിയും വിളിച്ചിട്ട് ഇവരൊക്കെ അള്ളാന്റെ റസൂലിന്റെ ഹദീദിനെ ധിക്കരിച്ചിട്ട് അള്ളാഹ് ചോദിക്കുക, സഹായം അല്ല തരാൻ പോന്ന, മറ്റേതെടുത്ത് തരാൻ പോണ അള്ളാഹു തആല. അതെല്ലാം നടക്കുന്ന സംഭവം. മർക്കസിലടി, മസ്ജിദിലടി, മദ്രസയിലടി. എന്താ ഇത്? ഇത്ര നാളും പറഞ്ഞുകൊണ്ടാണ് എന്താ? ദീനിന്റെ കാര്യം, ദഅവത്തിന്റെ കാര്യം, അമലിന്റെ കാര്യം, സാലിഹായ അമലിന്റെ കാര്യം, അതൊക്കെ ഇപ്പൊ ഫാസിദാക്കല്ലേ? നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ആരുടെ വാക്കാ നമ്മൾ കേൾക്കുക? ഏത് ആലിമിനെ പിൻപറ്റുക? ഏത് സമൂഹത്തെ ഈ ഉമ്മത്ത് പിൻപറ്റുക? എന്റെ പൊന്നു മക്കളെ, ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങിപ്പോകാൻ പോകുന്നത്. സാധുക്കളായ നമ്മൾ ആരെ പിൻപറ്റും? നിങ്ങൾ പറയും. എവിടെ സഹായം കിട്ടും? നിങ്ങൾ പറയും അബീവേ. വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ മേൽ ഈ അക്രമികളായ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി. അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ഇത് സംഭവിക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം ഈ അടിക്ക് പരിഹാരം കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇല്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. സമയം ഇത്രയായി ഇൻഷാ അല്ലാഹ്.
നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിൻ്റെ മക്കളായി സാഹോദര്യം നിലനിർത്തി എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തി ആരെയും വെറുപ്പിക്കേണ്ട, ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു മുസ്ലിമിനെയും നമ്മൾ വെറുപ്പിക്കേണ്ട. നമ്മളെല്ലാവരോടും നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി സൗഹാർദ്ദപരമായി നമുക്ക് ആ ഒരു ജീവിതം, അതാണ് നബി തങ്ങൾ കാണിച്ചത്. ഒരു ജൂതൻ്റെ മയ്യത്ത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ റസൂൽ ബഹുമാനിച്ചെങ്കിൽ നമ്മളൊരു ഹിന്ദുവിനെ ബഹുമാനിക്കണം, ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണം, നമ്മുടെ അയൽപക്കത്തുള്ളവരെ ബഹുമാനിക്കണം. അങ്ങനെ അവരുമായുള്ള ആ ഒരു ചങ്ങാത്ത നിലനിർത്തി സന്തോഷത്തോടുകൂടി നമ്മുടെ ഇനിയുള്ള ശിഷ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയും നമ്മൾ തെറി പറയാനും പോകണ്ട, ആരെയും നമ്മൾ ചീത്ത വിളിക്കാനും പോകണ്ട, ആരെയും പരിഹസിക്കാനും പോകണ്ട, ആക്ഷേപിക്കാനും പോകണ്ട. അങ്ങനെ ആക്ഷേപിക്കുന്ന മജ്ലിസിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത്. അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മജ്ലിസ് നിങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പ്രചോദനം ചെയ്യരുത്, അത് നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് ആട്ടിപ്പായിക്കണം. കാരണം നമ്മുടെ സമുദായം തമ്മിലടിക്കുന്നത് നമ്മൾ നാളെ സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അള്ളാഹു നമ്മളെ ഐക്യത്തിലെത്തിക്കട്ടെ, സാഹോദര്യത്തിലെത്തിക്കട്ടെ, സന്തോഷത്തിലെത്തിക്കട്ടെ. അതുകൊണ്ട് ഖബറിലെ കൂട്ടുകാരിലെ ഒരെണ്ണാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഇൽമ്, ആ ഇൽമ് പഠിപ്പിച്ചു കൊടുത്താൽ, അത് വ്യാപിപ്പിച്ചാൽ, അത് തബ്ലീഗ് ചെയ്താൽ, അത് ദഅവത്ത് ചെയ്താൽ, അത് പ്രബോധനം ചെയ്താൽ അത് അവർക്ക് ഖബറിലേക്ക് എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയെല്ലാം ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞെങ്കിലും വിശദീകരണം വലിയ വിശദീകരണങ്ങളാണ്. ഔ വലദൻ സാലിഹൻ തറക്കഹു, നല്ല സാലിഹായ കുട്ടി. ഏതാ സാലിഹായ കുട്ടി? ഏതാ സാലിഹായ കുട്ടി? എങ്ങനെയാ സാലിഹായ കുട്ടി വരിക? അതൊക്കെ ഇൻഷാ അല്ലാഹ് ബഅദൈൻ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്.